ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോരൻ സാക്ഷിക്കുള്ള സമയമാണ്. കുടുംബാംഗങ്ങൾക്ക് അധികമായ സാക്ഷികൾ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. നന്മയ്ക്കായി ചെയ്യുന്നവരെല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്. സകലവും നന്മയ്ക്കായി ചെയ്യുന്നവരെല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്. സമ്പന്നനാമവൻ സന്നിധി മതിയേ എനിക്കവൻ ചെയ്യകൊടിയേ. സമ്പന്നനാമവൻ സന്നിധി മതിയേ എനിക്കവൻ ചെയ്യകൊടിയേ. നിന്റെ നാമമേ എന്റെ ആത്മാവിലാധാരമേ. അതിനാവിലെത്ര മാധുര്യമേ. നിന്റെ നാമമേ എന്റെ ആത്മാവിലാധാരമേ. അതിനാവിലെത്ര മാധുര്യമേ. ദൈവനാമത്തിന് മഹത്വം. ഈ നേരത്തും വിശുദ്ധന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സാക്ഷി ഞാൻ പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാലും എല്ലാം ദൈവപ്രകാരം ദൈവം എത്രപോലും എന്റെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന എന്റെ മാതാവ് എന്റെ കൂടെ ആയിരുന്നു താമസം. മാതാവിന് ശാരീരികമായിട്ട് പല കഷ്ടങ്ങളുണ്ട്. എന്നാലും കർത്താവ് എന്നെ പല ഘട്ടങ്ങളിലും ദൈവം ആശ്വസിപ്പിച്ച് ദൈവം ധൈര്യപ്പെടുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ കാലങ്ങൾ മുതൽ എനിക്ക് കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും കണക്കില്ലാതെ മക്കൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റി വെച്ച ഒരു മാതാവായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളൊന്നും അനുഭവിച്ചു. ഇങ്ങനെ ഒരു മാതാവിന്റെ കൂടെ ആ വീട്ടിലെ എന്നെ ജയിക്കുമ്പോൾ ദൈവം എന്ന ഭാഗ്യത്തോട് ശ്രദ്ധിക്കുന്നു, സ്വാതന്ത്ര്യം ചെയ്യുന്നു. അമ്മയ്ക്ക് എപ്പോഴും കർത്താവില പാട്ടുപാടി ദൈവത്തെ പാടി സ്തുതിക്കുന്നത് ഒരു ശീലമായിരുന്നു. കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ ഉറക്കെ പാട്ട് പാടും. നല്ല ആർക്കൊരു ഭാരമായിരിക്കണമെന്ന് കരുതുന്ന ഒരു മാതാവായിരുന്നു. ഒരാഴ്ച കാലമാണ് ഏറ്റവും അധികം ക്ഷീണിതനായിരുന്നത്. വിസികിന്റെ പ്രശ്നം കാലാണ് ഒരാഴ്ച കാലം മുഴുവൻ അധികം കാലം തന്നെ കൊണ്ട് സാധിക്കില്ല. എഴുന്നേറ്റ് നടക്കുവാനും ഒന്ന് പോയി വരുവാനും ബാത്റൂം പോലെ ഒരാളുടെ സഹായം വേണമായിരുന്നു. എന്നാലും അടുത്ത് ചെന്നിരുന്ന അമ്മയുടെ ആശ്വസിപ്പാനും ദേശത്തിലെ കാര്യങ്ങൾ പറയുവാനും എനിക്കൊരു ഭാഗ്യം ദൈവത്തിനായി സ്തുതിക്കുന്നു. കഷ്ടങ്ങളൊന്നും സഹിപ്പാൻ കർത്താവ് എനിക്ക് വയ്യ, എന്നെ ഒന്ന് എടുക്കണമേ എന്ന് പറഞ്ഞപ്പോഴത് പറയരുത്. അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ദൈവത്തോട് അമ്മ ഏറ്റു പറഞ്ഞ ദൈവമായിട്ടുള്ള ബന്ധം അമ്മ കൊണ്ടുവരണം. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ അടുത്തിരുന്ന് കേൾക്കുമായിരുന്നു. എന്ത് പറഞ്ഞാലും കൊണ്ട് അത് ചെവി കേട്ടോണ്ടിരിക്കുന്നതായിരുന്നു. ഇന്ന് രാവിലെ എപ്പോഴും ബേസിക്കിന്റെ പ്രശ്നമായിരുന്നത് കൊണ്ട് അധികം ഉറങ്ങത്തില്ല. ഇന്ന് രാവിലെ ഒരു 5 മണിയായപ്പോ എനിക്ക് ചായ വേണമെന്ന് ചോദിച്ചു. ഞാനത് എടുത്തുകൊണ്ട് കുടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ 2 പേരുണ്ടായിരുന്നു, അവര് പോയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആരാണ് അവിടെ വന്നത്? അത് 2 പേരെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു.
അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ ആരും ഇല്ലല്ലോ, ആര് വന്ന്? അത് 2 വ്യക്തികൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, കാകള ശബ്ദം ഊതുമ്പോ അത് കേൾക്കുമോ എന്ന് ചോദിച്ചെന്നു. അപ്പൊ ഞാൻ വീണ്ടും അമ്മയോട് ചോദിച്ചു, വീണ്ടും അവരെന്താണ് പറഞ്ഞതെന്ന് ഞാൻ അടുത്തിരുന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ അടുത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു. കുഞ്ഞുങ്ങളെ നോക്കിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ നല്ല കഴിവുള്ളവരാണ്, അവരെ നീ നല്ലതുപോലെ വളർത്തുന്നത്. തന്റെ ശാരീരിക അവസ്ഥയിൽ തനിക്ക് തന്നെ ഒന്ന് കുളിക്കാനോ ഒന്നും ഇന്നലെ ഒന്നും സാധിക്കില്ലായിരുന്നു. ഈ ഒരാഴ്ച കാലം മാത്രമാണ്. അപ്പോ ഇന്നലെ ഞാനൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് ദേഹം കഴുകി കൊടുക്കുന്നവരെ എന്നെ നോക്കിയിട്ട് അമ്മ പറഞ്ഞു, മക്കളെ തന്നെ ദൈവം അനുഗ്രഹിക്കും, ദൈവം തന്നെ നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ടോ. അതിന് ഞാൻ നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ്, അവർ പല പ്രതിസന്ധികളും പല കഷ്ടങ്ങളും അനുഭവിച്ചവരാണ്. ദൈവത്തെ മാത്രം ആശ്രയിക്കണം, കർത്താവിനെ മാത്രം പുറകെ പിടിക്കണം. ഇടയിലെ മനുഷ്യരെ ആശ്രയിക്കാതെ ഒന്നും എൻ്റെ അമ്മ പോകരുത്. അവരുടെ ജീവിതത്തില് നല്ല പ്രാർത്ഥിക്കുന്നത്, ഉറക്കെ സാക്ഷി പറയും, ഉറക്കെ പാട്ട് പാടും, നല്ല കൃപയുള്ള ഒരു മാതാവായിരുന്നു. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനും തന്റെ ആ കാലഘട്ടമെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. അപ്പൊ അമ്മയുടെ ബലഹീനതകളില് കുറച്ച് കാലഘട്ടങ്ങൾ അമ്മ ക്ഷീണിച്ചു പോവായിരുന്നു. അപ്പൊ എനിക്കത് കാണുമ്പോഴൊക്കെ വേദന വരും. അമ്മയുടെ ആ പഴയ കാലം ഉണ്ടാവണമല്ലോ, അമ്മ എങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. എന്നാലും ദൈവം സഹായിച്ച് 2-3 ദിവസങ്ങളിലും തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും, തന്നെ ഇരുന്ന് പാട്ട് പാടും. വയ്യ, ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്നാൽ കഴിയുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു ദർശനം കണ്ടു, ഒരു സ്വപ്നമാണ് കണ്ടത്. ഞാനൊരു അടങ്ങ് ശുശ്രൂഷയ്ക്ക് പോവാണ്. അപ്പൊ എനിക്ക് 2 പേര് വന്ന് എൻ്റെ കയ്യില് പാട്ടുപുസ്തകം തന്നു. ഇത് നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഫെയ്ത്തോമ, ആ ഫെയ്ത്തോമില് കുഞ്ഞു വീട്, നിറയെ ഫലങ്ങളും നിറയെ ചെടികളും മൊത്തം ഗ്രീൻ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ അതിലൊരു ഫലം, അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല ഗ്രീൻ കളറില്. അപ്പൊ അതിന്റെ ഭംഗി കണ്ട് ഞാൻ അതിന്റെ അടുത്തോട്ട് ചെന്നു. ഞാൻ അതിന്റെ അടുപ്പിച്ച് ഞാൻ അതിനെ ഒന്ന് തൊട്ട് നോക്കിയപ്പോ അവിടെ നിന്നൊരു ശുശ്രൂഷ ഒരു ബ്രദർ പറഞ്ഞു, സിസ്റ്റർ അത് തുടരുത്, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചും ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് തിരികെ വരുമ്പോ എൻ്റെ അടുത്ത് ഒരാൾ ഫോൺ ചെയ്ത് പറയാണ്, നീ ഇപ്പൊ പോയ അടക്ക ശുശ്രൂഷ ആരാണെന്ന് നിനക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നന്നായിട്ട് പാടുന്ന ഒരു വേലക്കാരി സഹോദരിയാണ്. ഞാനിത് 2 ദിവസത്തിന് മുമ്പെയാണ് ഞാൻ കണ്ടത്. പല കഷ്ണങ്ങൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്നാലും ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ അല്പനേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവരെ കൊണ്ട് കഴിയില്ല, അമ്മയുടെ ശാരീരികം അത്രയും ബുദ്ധിമുട്ടുള്ളതാണ്, കർത്താവ് കൂടുതൽ കഷ്ടപ്പെടുത്തരുത്. ദൈവഹിതമാണെങ്കിൽ ദൈവം സൗഖ്യം കൊടുക്കണം, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. കാണാനുള്ള ശേഷി എനിക്കുമില്ല, എന്നെ കൊണ്ടത് സാധിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ എല്ലാം പെട്ടെന്നായിരുന്നു. എന്നാലും ദൈവം അമ്മയിൽ ചെയ്ത് വലിയ പ്രവർത്തിക്ക് ഞാൻ നന്ദി പറയുന്നത്. എന്റെ ആഗ്രഹം പോലെ കർത്താവ് എനിക്ക് പഴയ ഒരു 2 ദിവസങ്ങളിൽ അമ്മയുടെ എന്നെ കാണാൻ സാധിച്ചു. കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു. തുടർന്ന് എനിക്ക് എന്തെങ്കിലും ധാരാളം കൃപ തരണം. മുന്നോട്ട് എങ്ങനെയാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കർത്താവ് ധാരാളം കൃപ എനിക്ക് പകരണം. ദൈവത്തിനും സഭയ്ക്കും കുടുംബത്തിന് എല്ലാ സാക്ഷികളായി ഞാനും കാണപ്പെടണം. തുടർന്നും എന്റെയും എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷിയിലിരുന്നോളും. സ്തോത്രം. സ്നേഹിക്കുന്നൻ വിശുദ്ധന്മാർ ദൈവത്തിൻ നാമം സ്നേഹിക്കുന്നൻ വിശുദ്ധന്മാർ ദൈവത്തിൻ നാമം തേജസ്സേതും മോഹം തേജോദിയ മോഹം
തേജസ്സേറിയ മുഖം കണ്ടു ഞാൻ തേജരൂപിയായി മാറിടും. ദൈവമൊരുക്കുന്നതാ നിത്യഭവനം എനിക്കുള്ളതാ. ദൈവമൊരുക്കുന്നതാ നിത്യഭവനം എനിക്കുള്ളതാ. ക്ഷയമുള്ള ശരീരം വേദിഞ്ഞ ആ നിത്യഗീതം ധരിക്കുന്ന. ക്ഷയമുള്ള ശരീരം വേദിഞ്ഞ ആ നിത്യഗീതം ധരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഈ സാക്ഷ്യം നിർത്തിയെന്ന ദൈവത്തെ നമ്മൾ സഹോദരൻ സ്തുതിക്കുമ്പോൾ ഈ പാട്ട് ഞാൻ പാടിയ അർത്ഥം ശരിയാവത്തില്ല. ഞാൻ എൻ്റെ അമ്മ പാടി അത് കേൾക്കാൻ നല്ല വരുമാണ്. ഇന്ന് നാളുകളിൽ എൻ്റെ അമ്മയുടെ പാട്ടുകളാണ് കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ മനോഹരമായി പാടും, നല്ല ഈണത്തിൽ പാടും, നല്ല താളത്തിൽ പാടും. പാട്ടുകൾ തെറ്റിയാലോ ചെറിയ ഇനങ്ങൾക്ക് വ്യത്യാസം ഇവിടെ പറയും. ഏത് മത്സരവേദികൾ പഠിക്കുന്നവർക്ക് പാടാൻ പോകുമ്പോൾ അമ്മ ചോദിച്ച് പഠിച്ചാണ് പോകാറുള്ളത്. അമ്മ പഠിപ്പിച്ചാൽ അതിന് ഞാൻ സമ്മാനവും തയ്യാറാറുണ്ട്. അതിൻ്റെ എനിക്ക് ദൈവം അതിനൊക്കെ എന്നെ സഹായിച്ചു. ഞങ്ങളുടെ എൻ്റെ പിതാവ് ചെറുപ്രായ വിദേശത്തിലായതുകൊണ്ട് ഞങ്ങളെ കൂടുതലും വളർത്തിയതല്ല അമ്മയും. അവരുടെ ശാസ്ത്രീയവും അവരുടെ ശിക്ഷയും ഒക്കെ കേട്ടാണ് വളർന്നു. ചെറിയ ചെറിയ തെറ്റുകൾക്കാണ് നന്നായി അടുത്ത് പറയും ശിക്ഷ. സ്നേഹം കൂടുതലും നമ്മൾ കാണിക്കാറുണ്ട്. നിറഞ്ഞ സ്നേഹം തുറന്ന ശാസ്ത്രീയമായിരുന്നു. എപ്പോഴും പറയും പിതാവ് നാട്ടിൽ നിങ്ങളുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കേട്ടാൽ അത് ആദ്യം ശിക്ഷിക്കുന്ന എന്നെയായിരിക്കും. അതിനൊന്നും വരുത്തില്ല. വളരെ കർശനമായി വളർത്തുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബാല്യകാലങ്ങളിലെ ഞാൻ മാതാപിതാക്കളോട് ഭയപ്പെടുമായിരുന്നു. എൻ്റെ പിതാവും അത് മാതാവും പോലെയാണ്. ഞാൻ അടുക്കും ചിട്ടയിട്ടവരായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് താമസിക്കുമ്പോൾ ചെറിയ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്തിരിക്കണം. അതിലൊരു മുടക്കങ്ങൾ വരാൻ പാടില്ല. ഞാൻ ഒന്നായി ശാസിക്കും. എന്നാൽ മറുഭാഗത്ത് ഞാൻ എൻ്റെ അമ്മയെ കൂട്ടുകാരെ പോലെയായിരുന്നു. എനിക്കെന്തൊരു ഒരു മറവും എൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്കില്ലായിരുന്നു. ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. ചെറിയ ചെറിയ തെറ്റുകൾ പോയിട്ട് ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ അമ്മയോട് തുറന്നു വരുന്നു. അമ്മ അതിന് വേണ്ട ബുദ്ധിമുദ്ദേശങ്ങളൊക്കെ തരുമായിരുന്നു. എൻ്റെ അമ്മയുടെ മുന്നേ എൻ്റെ മാമൻ ഉണ്ടായിരുന്ന അവരുടെ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. വേറെ ആൾക്ക് വരാൻ സാധിച്ചില്ല. അടുത്ത സമയത്താണ് നമ്മുടെ അനിയത്തി ഈ രക്ഷയിൽ വരുവാനും ഇവിടെ തന്നെ സഹായം കൊണ്ടുപോകാൻ പറ്റുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇതൊക്കെ അറിയാം. കത്തോലിക്കൽ ഞാൻ ദൈവത്തെ കൂടുതലായി എന്താണ് ധരിച്ചത് ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് 2000 ഉണ്ടായിരുന്നു. അതിന് എൻ്റെ മാതാപിതാക്കൾ എന്നും അമ്മ എനിക്ക് വിടാറുണ്ട്, തനിയെ വിടാറില്ല. എപ്പോഴും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഈ മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു തടസ്സവും പറഞ്ഞില്ല. ദൈവാനുഗ്രഹം പ്രാപിച്ച് പണങ്ങി വരുന്നത് ഉൾക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അവിടെ വെച്ചാണ് ദർശനങ്ങൾ കാണാനും എനിക്ക് അത്ഭുതം സുവിശേഷ വേലയെക്കുറിച്ചും താല്പര്യങ്ങൾ അവിടെ മീറ്റിങ്ങിൽ വെച്ചാണ് എനിക്ക് ദൈവമുണ്ടായിരുന്നു, ദർശനങ്ങളുണ്ടായിരുന്നു. ദൈവം എന്നോട് സ്പഷ്ടമായി സംസാരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വീട്ടിൽ പറയാൻ എനിക്ക് ഭയമാണ്. പിതാവ് അതുപോലെയാണ്, വളരെ കർശനമുള്ള ആളായിരുന്നത്. ഞങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. പിതാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. നാട്ടിൽ അവധികാരനായ എൻ്റെ പിതാവ് നാട്ടിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ
വീട്ടിൽ വന്നപ്പോൾ എൻ്റെ രീതികൾക്കെല്ലാം ഒരു മാറ്റവും വ്യത്യാസം വന്നപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്ന് പറഞ്ഞില്ല. എങ്കിലും അമ്മയോട് ചെറുതായിട്ട് പറഞ്ഞാൽ സുശേഷയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് അപ്പോൾ എനിക്ക് അന്നത് കേൾക്കാൻ സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് ഞാനിതൊന്നും മറുപടി ഇപ്പൊ പറയുന്നില്ല, എന്റെ പിതാവിനോട് പറഞ്ഞിട്ട് പറയുന്നു. എന്നാൽ എന്റെ പിതാവിനോട് പറയാൻ എനിക്ക് വളരെ ഭയമായിരുന്നു. പിന്നെ അവിടെ ഇന്ത്യയിൽ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഇങ്ങനെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി കിടക്കുന്നു. അപ്പോൾ നിന്നെ കൊണ്ടത് ഒരിക്കലും സാധിക്കത്തില്ല. ഈ ശിക്ഷവേല എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. അത് ഏത് കഷ്ടവും പരീക്ഷയും വന്നാൽ അത് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രത്യേക ദൈവകൃപയും ദൈവവിളിയും ഉണ്ടായിരുന്നു. അതൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ നിന്റെ ഇഷ്ടമാണ് നിവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷക്കാലം എനിക്ക് എൻ്റെ പിതാവ് വളരെ എതിരായിരുന്നു വേലയ്ക്ക്. എങ്കിലും പിന്നീട് ദൈവം പിതാവിനോട് സ്പഷ്ടമായി സംസാരിച്ചു. അങ്ങനെ പിന്നെ ശരി, ദൈവം എന്നോട് സംസാരിച്ചു, ഞാനിത് തടസ്സം ചെയ്യുന്നത്. അങ്ങനെ കർത്താവിന്റെ സുവിശേഷം വരുവാനൊക്കെ ദൈവം 2005 ദൈവം എന്നെ സഹായിച്ചത്. പോലെ ദൈവം ഈ വാർത്തയിൽ വിശ്വസ്തനായി എന്ന് പറഞ്ഞ് മാറാത്ത ദൈവമായി വളർന്നെടുത്ത് വരുന്നു. പിന്നെ മാതാവിന്റെ എന്റെ സഹോദരങ്ങൾക്കുള്ള ആ ദുഃഖമെല്ലാം പിന്നെ അവർക്ക് മാറി. നമുക്ക് ചില ശാരീരിക കഷ്ടങ്ങളൊക്കെ അതിനുശേഷം ഉണ്ടായിരുന്നു. അതൊന്നും അമ്മ തുറന്നു പറയാറില്ല. ഞാൻ അമ്മയ്ക്ക് എന്തോ കേൾവി കുറവായതുകൊണ്ട് അശ്വിനിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അമ്മ അധികം സംസാരിക്കാൻ താല്പര്യപ്പെടാറില്ല. ഇപ്പൊ അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എപ്പോഴും പറയാൻ, എന്ത് കഷ്ടം വന്നാലും, എന്ത് കാരണം പ്രയാസം വന്നാലും, ഏത് കഷ്ടങ്ങൾ വന്നാലും ഞാൻ കുഞ്ഞുനാളുകളിൽ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, കർത്താവ് എനിക്ക് തുറന്നാൽ പേടിക്കുകയില്ല. എനിക്ക് ചെറുപ്രയാസം കഷ്ടങ്ങൾ വലിയ സ്ഥലങ്ങളൊക്കെ എൻ്റെ മാതാവ് പറഞ്ഞ ആ കുഞ്ഞുനാളിൽ പറഞ്ഞ വാക്യം എൻ്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ അത് നിന്റെ ഹൃദയത്തിൽ സംഭരിച്ചു പോകണം. ഏത് കഷ്ടത്തിനും കർത്താവ് എനിക്ക് തുറന്നാൽ പേടിക്കുകയില്ല. ദൈവത്തെ മുമ്പിൽ വെച്ചാണ് ഓരോ നാളും ജീവിക്കണം. എപ്പോഴും എന്നോട് സംസാരിച്ച ദൈവം ഏത് ശുശ്രൂഷയുടെ ശക്തിയോട്, ബലത്തോട്, ആരോഗ്യത്തോടെ അത് ചെയ്യണം, നന്നായി ചെയ്യണം. മടിയും ഉദാസീന അവസ്ഥകൾ ഒന്നും കാണിക്കരുത്. നന്നായി ശുശ്രൂഷപ്പെടുമ്പോൾ ചെയ്യണം, നല്ല ജീവൻ കൊടുത്ത് ശുശ്രൂഷകൾ ചെയ്യണം. അത് ആർക്ക് വേണ്ടി ചെയ്യുന്നതിനുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇതെപ്പോൾ അമ്മ ഉപദേശിക്കുമായിരുന്നു. മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ എന്ത് വന്നാലും പുറകോട്ട് കഴിയാൻ പാടില്ല. അത് നമുക്കുള്ളതല്ല. ദൈവം നമ്മളെ നിശ്ചയിച്ച സ്ഥാനത്ത് എത്തും വരെ വളരെ ധൈര്യമുള്ളവരായിരിക്കണം. വിളിയും തിരഞ്ഞും ഉറപ്പാണ് ഇതൊക്കെ എന്നെ ഉപദേശിക്കുന്നു. കൊണ്ടുവേല കാരണം എന്തെങ്കിലും സമാധാനമായിരിക്കണം, ഇപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം, അവരെ അനുസരിക്കണം. അമ്മയെ അനുസരിക്കുന്നതിനേക്കാൾ ഉപരിയായി കൂടെയുള്ളവരെ നന്നായി ബഹുമാനിക്കണം. ഇതൊക്കെ ഉപദേശമായിട്ടൊക്കെ തരുമായിരുന്നു. ആ ഉപദേശങ്ങളൊക്കെയും എനിക്ക് ജീവിതത്തിൽ വളരെ പ്രയോജനമായിരുന്നു. ഓരോ കഷ്ട സമയങ്ങളിലും ഞാൻ അതൊക്കെ ഓർത്ത് ധൈര്യം പ്രവർത്തിക്കുമായിരുന്നു. എന്നാലും പ്രാർത്ഥിക്കുവാനൊരു അമ്മയുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഈ അടുത്ത നാളുകളൊക്കെ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് ചെറുതൊക്കെ വിവാഹം കഴിഞ്ഞ സമയത്ത് ബ്രെയിൻ ട്യൂബർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു 25 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ, ട്യൂബ് ദ്രവിച്ചു പോകും, അത് മാറ്റണം 25 വർഷം കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആയുസ് ഉണ്ടാകത്തില്ല. എന്നാലും അമ്മയെ ദൈവം ഇത്രയും വർഷം വരെ ആയുസ് വീട്ടിൽ കൊടുത്താൽ ആ ദൈവത്തെ നല്ലോണം ശ്രദ്ധിച്ചു. എൻ്റെ ആളും അനിയത്തിയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, എപ്പോഴും വിളിച്ചാൽ അമ്മയ്ക്ക് പോകണം, അതൊന്നും നിങ്ങൾ തടസ്സം ചെയ്യരുത്. ഇപ്പോൾ അമ്മയ്ക്ക് ഗ്രേസ് പീരീഡാണ് ദൈവം തന്നിരിക്കുന്നത്. അത് എപ്പോൾ ദൈവം വിളിച്ചാലും അവ സന്തോഷത്തോടെ നിങ്ങളെ വിളിച്ച് ഭാരപ്പെടണമെന്നാണ് അവർക്ക് ധൈര്യം കൊടുത്തു വരുന്നു. അങ്ങനെ എൻ്റെ ആങ്ങളും എൻ്റെ നാത്തോടും അശ്വിനൊക്കെയും എൻ്റെ ദൃശ്യമൊക്കെ നല്ലപോലെ നോക്കാനൊക്കെ ദൈവം അവർക്ക് കൃപ കൊടുത്തു. വിശേഷം അശ്വിനിക്ക് ധാരാളം കൃപ കൊടുത്തു. ഞാനും ഓടുന്ന ഓട്ടം ഹൃദയത്തോട് ലക്ഷ്യസ്ഥാനം എത്തുക ദൈവം എന്നെ സഹായിക്കുന്നു, സാക്ഷിക്കുന്നു. അമ്മയുടെ മകനോ അതിൽ സംബന്ധിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടോട് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു. സാക്ഷി ഏതൊരു കാര്യങ്ങളും
எங்கள் சிறுவயதிலிருந்தே நாங்கள் பார்த்தது அனைத்து என் தாயை படுகிறதான கஷ்டங்கள், போராட்டங்கள், நிந்தைகள், அவமானங்கள், பரியாசங்கள், இது மட்டும்தான் என் தாய் கடந்து வந்த பாதை. நாங்கள் இதை ஒவ்வொன்றாக பார்த்து பார்த்து தான் நாங்கள் வளர்ந்து வந்தது. குடும்ப வாழ்க்கையில் அவர்களுக்கு சரியான சந்தோஷம் கிடையாது. கர்த்தரை அறிந்து கொண்டிருந்து ஜெபத்தில் வைராக்கியமாக காணப்படுவார்கள். ஜெபித்து ஒவ்வொரு ஆசீர்வாதங்களை குறித்து எங்கள் குடும்பத்தை வழிநடத்தி வந்தார். நான் அநேக முறை இந்த வாழ்க்கையை ஜீவித்து விட்டு தடுமாறி போனால் நேரங்களில் எல்லாம் என்னை அரவணைத்து என்னை மிகவும் அன்போடு பேசி கர்த்தருக்குள் கொண்டு வருவார்கள். வாழ்க்கையை ஜீவித்தில் கொண்டு வந்து எனக்காக என்னை வழிநடத்துவார். அதில் நினைக்கும் போது என் தாயை எவ்வளோ மேன்மையான ஒரு வாழ்க்கையை வாழ்த்திருக்கிறாங்க என்று நான் உணர முடிகிறது. கர்த்தர் தாமே இந்த கடைசி நாட்களில் கர்த்தர் தாயோடு இருந்து கர்த்தர் வழிநடத்தின தயவுக்காய் கர்த்தர் நன்றியோடு துதிக்கிறேன். எந்த கஷ்டமும் படாமல் கர்த்தர் அவர்களை எதிர்த்து கொண்டார். அதற்காக நான் கர்த்தரை சூழ்த்திருக்கிறேன். இப்போது என்னால் வர முடியாத ஒரு நிலைமை ஏனென்றால் எங்களை விசா ரெனியூவலுக்காக நான் கொடுத்திருக்கிறேன். அதை 2-3 மாதங்கள் வரை ஆகும். ஆனால் கம்பெனி எனக்காக அவர்கள் வருகிற திங்கட்கிழமை பேசுகிறேன் என்று சொல்கிறார்கள். கவர்மெண்டிடம் கர்த்தருக்கு சித்தம் என்றால் அது கிடைத்து வர நான் வாஞ்சிக்கிறேன். கர்த்தர் அந்த வழியை எனக்கு தொடர்ந்தபடியாக நீங்கள் யாரும் எனக்காக ஜெபிக்க வேண்டும். இனி வர நாட்களில் எங்கள் குடும்பமாக இதே ஐக்கியத்துக்குள் நாங்கள் நிலைத்து நிற்க நீங்கள் எங்களுக்காக ஜெபிக்கும்படியாக கேட்டுக்கொண்டு எங்களுடைய இந்த சிறு சாட்சியை முடிக்கிறேன். கர்த்தருக்கு போகிறோம். ഞങ്ങളുടെ സഹോദരന്റെ മകനും ഇതുപോലെ മോനോട് സാക്ഷ്യപ്പെടുന്നു. வாழ்க்கையில் பல விதமான கஷ்டத்தின் பாதிப்பட சிக்னார்கள். ஆனாலும் அவர்களுக்காக மிகவும் எதிர்பார்க்கிட்டு இயேசுவை அறிந்து நான் பெற்று அவர் லைசன்ஸ் இந்தியாவுக்கு மேனேஜ் செய்தார்கள். பலவிதமான கஷ்ட நஷ்டம் பாட்டி பணமான சூழ்நிலை அவர்களுக்கு கருத்தை விட்டுவில்லை. நாளாக பாடுகின்றனர். நன்றாக செய்வார்கள். வீட்டில் போராடி செய்வாங்க. நல்ல முறையில் மாதிரியானவர்கள் விசுவாசியாக இருந்தார்கள். குறிப்பாக எங்கள் குடும்ப வாழ்க்கையில் கூட எங்களுக்கு கலந்து கொள்வதற்கு மிகவும் திருப்தியாக இருந்தார்கள். எங்களுக்கு பல தேர்வுகளை அவர்கள் சந்திக்கப்பட்டது. அவர்கள் தாங்கள் எந்த சூழலையும் மனதில் பார்த்து கற்றுக்கொண்டதான ஒரு சகோதரி. உண்மையாகவே அவர்கள் புரிவு குடும்பத்தில் தேவன் இந்த நிலம் வரைக்கும் அவர்கள் பாதுகாத்து சிவத்தை அறை கொடுத்து பூமியை வாழ்வதற்கு நன்றி இருக்கிறேன். தன் மகளை கருத்தில் உயர்த்தி போய் அந்த வேலையிலும் கூட அவர்கள் பலவிதமான எதிர்ப்புகள் வந்தது. அவர்கள் வாய்ப்பான தேவையில்லாமல் பேசினார்கள். ஆனால் அவர்கள் தன் மகளுக்கு உறுதியாக வந்து இந்த நலமான உறுதிகள் நம்பிக்கை கொடுத்தார்கள். உண்மையாகவே கர்த்தர் அவங்க ஜீவிக்கும் மூலம் அநேக ஆத்மாக்களை தொட்டார். அவங்க சென்னையில் நாட்கள் நடக்கிறதான கூட்டங்களுக்கு எல்லாம் தவறாமல் இருந்தார்கள். அவங்க இங்கே இருக்கிற வரைக்கும் சுகவீனமுடைய வரைக்கும் முடிந்தவரை எல்லா கூட்டங்களும் சென்று எல்லோருக்கும் உதவியான அவர்கள் சூழ்நிலையும் கூட பொருட்படுத்தாமல் கர்த்தருக்கின்ற ஜீவித்தார்கள். நான் இல்லாத வேளையிலும் அவர்களுக்கு நன்றாக உபசாரம் செய்தார்கள். அவர்கள் இந்த ஜீவியத்தில் அவர்களமாக நாங்கள் அநேக நன்மைகளை பெற்றுக்கொண்டோம் கண்டோம். கர்த்தர் இந்த வேளையில் குடும்பத்தாரை கர்த்தராக வேண்டும். பிரதான தேவனுடைய பிள்ளைகள் மற்றும் உற்சாகர்களுக்கு தேவன் தாமே நல்ல சமாதானம் கொடுத்து அவர்கள் தங்கள் ஓட்டத்தை ஜெயமாக முடித்து கர்த்தருக்குள் சென்று விட்டார்கள். நாமும் கூட அவர்கள் சென்றதான பாதையில் சென்று இயேசுவை ஆதாயப்படுத்திக் கொள்ள நீங்கள் யாரும் சென்று கேட்டுக்கொண்டு சாட்சியம் கொண்டேன். கர்த்தருக்கு ஸ்தோத்திரம். ഈ സമയത്ത് ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം എനിക്കും ഒരു ഭാഗ്യം തന്നല്ലോ എന്ന് ഞാൻ പ്രബോധം ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയുള്ളവനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. പ്രിയ മാതാവ്
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരികമായി വളരെ കഷ്ടപ്പെട്ടു. എങ്കിലും കുട്ടികൾക്കെല്ലാം കടന്നു വരും. വളരെ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലാണ് മാതാവിനെ എപ്പോഴും കാണാൻ കഴിയുന്നത്. മിക്കവാറും വരുന്ന ദിവസങ്ങളെല്ലാം കാണുകയും സ്തോത്രം പറയുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ മാതാവിന് ദൈവം വലിയൊരു ഭാഗ്യം കൊടുത്തത് കർത്താവിന് ശുശ്രൂഷയ്ക്കായി ഒരു മകളെ കൊടുക്കുകയും അതുപോലെ തന്നെ മാതാവിനെ നന്നായി അന്വേഷിക്കുന്ന, മാതാവിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു മകളെയും ദൈവം കൊടുത്തല്ലോ. അത് വലിയൊരു ഭാഗ്യമോ. തന്റെ ജീവിതത്തിന്റെ അവസാനം തന്നെ കൂട്ടിക്കൊണ്ടുവരികയും നടക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്യാൻ ദൈവം മകളെ അശ്വിനിക്ക് കുറവ് കൊടുത്തല്ലോ. കർത്താവിന്റെ സ്തോത്രം. അശ്വിനി സൺഡേ സ്കൂൾ ടീച്ചറാണ്. മക്കൾ സൺഡേ സ്കൂൾ കുട്ടികളാണ്. സമാസംബന്ധമായ കാര്യങ്ങളിലൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന ഒരനുഭവം അശ്വിനിയിൽ കാണപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അശ്വിനിയുടെ ഭർത്താവ് സാർ കർത്താവിന്റെ വേലയിൽ അധികം കഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവിടെ പണികളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഗവൺമെന്റ് ജോലിയുള്ള ആളാണ്. എന്നാലും ഇവിടെ പണിയുന്നൊക്കെ കാണുമ്പോൾ സാധാരണ വളരെ കഷ്ടപ്പെട്ട് പണിയുന്ന അനുഭവം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയും കാലയളവിൽ പല കാര്യങ്ങളും പലരുടെയും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൺവെൻഷനൊക്കെ നടക്കുന്ന സമയത്ത്, മറ്റു മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ കിച്ചണിലൊക്കെ നിന്ന് പണി ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കും. കാരണം എന്റെയും ആരോഗ്യമുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ പണിയുന്നത്, ഇങ്ങനെ പണിയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ ഉള്ളം ദൈവസ്നേഹത്താൽ നിറയുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. തുടർന്നും ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കണം. അശ്വിനിക്ക് ധാരാളം കൃപകൾ പേരപ്പെടണം. മാതാവിന്റെ വേർപാട് കാരണം ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല സമയത്തിന് ആ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയ മാതാവിന്റെ ജീവിതത്തിൽ ചെറിയ സാക്ഷിയുണ്ട്. അവർ ലാസ്റ്റായിട്ട് ഒരു പാട്ട് സാക്ഷി പറഞ്ഞ ഒരു പാട്ടാണ്. ഉമ്മയെല്ലാം ധരണിയിൽ യാരുണ്ട് കുന്തനാമം ഊറ്റുണ്ട തൈലമ ഉത്തമരേ ഉമ്മை തുരിത്തിടുവേ ഉന്തനാമം ഊറ്റുണ്ട തൈലമ ഉത്തമരേ ഉമ്മை തുരിത്തിടുവേ. மிகவும் அழகாக பாடி சாட்சி சொல்லுவாங்க. எல்லா ஆட்சியும் இப்படி கடந்து போவோம். ஆண்டி எடுத்து கை கொடுத்துட்டு, அடி சுகானோ சுகா சந்தோஷமா இருக்கிறது கை கொடுத்துட்டு எனக்கு ഭയങ്കര സ്നേഹമായിരുന്നു. ഇതിൻ്റെ അടുത്ത് ഒരു കാര്യം പറയും, സൺഡേ സ്കൂളിൽ നല്ല രീതിയിൽ ചെയ്യണം, കൃപയോടെ ചെയ്യണം, നന്നായിട്ട് ചെയ്യണം പറഞ്ഞ് എനിക്ക് കൈ കൊടുത്ത് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. ചെറിയ ഒരു സഹായം ചെയ്താലും വളരെ നന്ദിയുള്ളവരായിരുന്നു. ഞാൻ ഒരിക്കൽ സാറിന്റെ വീട്ടിൽ സാറിന്റെ സഹോദരൻ അബ്രഹാം സാർ, മുമ്പ് അവിടെ ഇഗ്മാസ്റ്റർ, ഇപ്പം സുഖമില്ലാതിരിക്കുന്നു, അവരെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ആൻറ്റി പാട്ട് പാടിക്കൊണ്ടിരുന്നു, കുറച്ച് പാടിക്കൊണ്ടിരുന്നു. ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പോകാതെ കുറച്ചു നേരം അവിടെ ഗേറ്റിന്റെ അവിടെ നിന്നുകൊണ്ടിരുന്നു. പിന്നെ കുറച്ചു നേരം പതുക്കെ തട്ടി തുറന്നവിടെ ഓടെ പാട്ടില്ല, നമ്മൾ നിർത്താണ്ട, നമുക്ക് ചേർന്ന് പാടാം, പാടാം, നല്ല പാടി വെറുതെ നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് പാടാം. ആത്മാവിൽ നിറഞ്ഞ് പാടാം, കൈകൾ തട്ടി സന്തോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞ് അവർ പാടി. ഞാനും കൂടെ ചേർന്ന് അവർ കൂടെ പാടി. അപ്പോൾ അവർ കുറച്ച് പാടി സന്തോഷത്തോടെ. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, സ്തുതിക്കുന്നവർ ഒരിക്കലും രക്ഷിച്ചു പോകുകയില്ല. ദൈവം സ്തുതിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല. അവരെ എത്തിയ സ്ഥാനത്തിൽ കൊണ്ട് ദൈവം എത്തിക്കുന്നത് ഉറപ്പാണ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അന്നേ ജീവിതത്തിൽ ഞാൻ ഒരു തീരുമാനിച്ചു, ദൈവമേ ഞാൻ ഇതേപോലെ കൈകളെ തട്ടി കുറച്ച് ശബ്ദമോട്ട് നന്നായിട്ട് പാടി ദൈവത്തെ സ്തുതിക്കണം. ആ ഒരു ജീവൻ എന്റെ ജീവിതത്തിൽ ഞാൻ അത് അന്ന് അനുഭവമാക്കിക്കൊണ്ടു. അത് അനുഭവമായി ഇരുന്നാലും അത് കുറച്ചുകൂടെ അതിൽ വർദ്ധിപ്പാൻ ദൈവം എനിക്ക് സഹായിച്ചു. ഇങ്ങനെ ഇവര് കാണുമ്പോഴെല്ലാം ദൈവസ്നേഹത്താൽ അറിയപ്പെട്ടു. ആ ഒരു ദൈവം ഇവരിൽ കണ്ടതാണ് നല്ല സ്വഭാവങ്ങൾ.
നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ട് അതിന് ജീവിച്ചു കർത്താവിന്റെ വരവിൽ കാണുവാൻ എനിക്കും ദൈവം സഹായിക്കണം. അതിനായി ഏവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇന്ന് എളിയ സാക്ഷിയിൽ നിന്ന് സ്തോത്രം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മുതൽ ഇതുവരെ ഞങ്ങളുടെ കൂടെ താങ്ങും തണലുമായിരുന്നു. പിന്നെ ഒരു മരുമോനെപ്പോലെയൊക്കെ മോനെ പോലെയാണ് കരുതിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് രോഗപഠനത്തിൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിച്ചു കൊണ്ടിരുന്നു. പിന്നെ രാവിലെ ജോലിക്ക് പോകാൻ എണീറ്റപ്പോൾ അമ്മ ഭാര്യ അമ്മയ്ക്ക് ചായ വേണം, അങ്ങനെ ചായ കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തായിരുന്നാൽ പോലും എനിക്ക് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്, എന്തായാലും അമ്മ അവരുടെ കൂടെ ഉണ്ടല്ലോ. ദൈവം ദൈവത്തെ പറ്റി ജീവിക്കാൻ ഏതാണ് പറഞ്ഞ സാക്ഷ്യം. ഈ സമയത്ത് മാതാവിനെ കുറിച്ച് സാക്ഷി പറയുവാനൊപ്പം സ്തോത്രം ചെയ്യുന്നു. വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത്. കാരണം ഞാൻ അധികം ഒരുപാട് ഇടപെടാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഈ മാതാവിനെ കാണുന്ന സമയത്തല്ല വളരെ പ്രത്യേക ഇവരായിരുന്നെങ്കിലും എന്നെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൃത്യമായ ഭാഗത്തിൽ ചോദിച്ച് വിശേഷം അറിയുന്നുണ്ട്. അതെല്ലാം ആഴ്ചയിലും എന്നെ അറിയിക്കും. പ്രത്യേകമായി അന്വേഷിച്ചിരുന്നു. അവർക്ക് നമുക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങളിൽ വലിയ സ്നേഹമുണ്ടായിരുന്നു. ഇപ്പോഴും മക്കളെ കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം അവരിലുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അവരുടെ വഴികാല ജീവിതങ്ങൾ ആരംഭ ജീവിതങ്ങൾ നോക്കുമ്പോൾ വളരെ കഷ്ടത്തിൽ കൂടെ കടന്നുപോയാൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്നാലും ഭാവത്തിൻ്റെ കഷ്ടതകളെല്ലാം മാറ്റി പാവം ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭാവം ഒരു പാഠത്തിൽ നൽകിയിരിക്കുന്നു. ഒരു മാതാവിനേതായ ഒരു മാതാവിൻ്റെ സ്നേഹം അതൊക്കെ കാരണമായി സാധാരണയായി എല്ലാ മാതാപിതാക്കളും മാതാവും തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാറുണ്ട്. എന്നാൽ അതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ തക്കുള്ള ഒരു മനസ്സ് ഈ മാതാവിൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാനായി. അതുപോലെ തന്നെ ആ സ്നേഹം മാത്രമല്ല, അവരിലുള്ള സൗമ്യത എന്നെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരങ്ങൾ അവർ പറയുന്നത് പോലെ കേൾക്കുവാൻ വളരെ പ്രയാസമുള്ളത്. അത്രത്തോളം സൗമ്യതയുടെ സംസാരത്തിനുള്ള ഒരു മാതാവായിരുന്നു. അങ്ങനെ അവർ നല്ലൊരു മാതാവായി ജീവിതത്തിൽ തിരിച്ചു വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും തൻ്റെ അവസാന കർത്താവ് വളരെ അനുഗ്രഹമാക്കി സമാധാനത്തോടെ സ്വസ്ഥതയോടെ ദൈവനാഥപ്പെട്ട ആത്മാവ് ദൈവസ്വസ്ഥതയോടെ ഈ ലോകത്തിൽ നിന്ന് വാഴ്ന്നപ്പോൾ ഏതൊരുമായ പ്രയാസങ്ങളോ വർഷങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായി ഒരു മരണം അവർക്ക് ലഭിക്കുവാൻ നമ്മുടെ കർത്താവ് സഹായിച്ചു. അവരുടെ കഷ്ടതകൾക്ക് ഏറ്റതായ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു ആ സ്വഭാവത്തെ അനുഭവിച്ചുകൊണ്ട് ഞാനും ഈ ശ്വാസത്തിൽ നിലയുന്നു. നിലയിൽ ദൈവരാജ്യം കാണുമ്പോഴാണെന്നോണം ഇതിന്റെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് സാക്ഷിക്കുന്നു.
സന്ധിപ്പോ അന്തോ കരയിൽ നാം നിன்று വിണ്ണോർ ഗീതങ്ങളിൽ പാടുവോം മോക്ഷകരയിൽ നാം സന്ധിപ്പോം ഇന്ദ്രരാം ഈറ്റിലേ മോക്ഷകരയിൽ നാം സന്ധിപ്പോം മോക്ഷകരയിൽ നാം സന്ധിപ്പോം ഇന്ദ്രരാം ഈറ്റിലേ മോക്ഷകരയിൽ നാം സന്ധിപ്പോം அந்த മോക്ഷകരയടൈந்து வானசேனையுடன் நாம் களிப்போம் இன்பராம் ஈற்றிலே മോക്ഷകരയിൽ നാം സന്ധിപ്പോം അங்கே நம் രക്ഷകർ என்றென்றும் ஆளுகை செய்து வீற்றிருப்பார் துக்கம் நோய் சாவுகள் நீங்கிடும் தேவன் நம் கண்ணீரை துடைப்பார் இன்பராம் ஈற்றிலே മോക്ഷകരയിൽ നാം സന്ധിപ്പോം ഇன்பരാം ഈറ്റിലേ ഇവിടെ ശുശ്രൂഷ ചെയ്ത് നാലുപോയതായ പാസ്റ്റർ എം റോയ് അയച്ചിരിക്കുന്നതായ സന്ദേശം. ദൈവത്തിൻ്റെ മഹത്വം. ഇന്നത്തെ ശ്രേണിക്കൽ 6:16 ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. നമ്മെ വിട്ട് നിത്യമഹത്വത്തിൽ പ്രവേശിച്ച ഈ മാതാവ് തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ക്രിസ്തുവിൻ്റെ താഴ്മയും സൗമ്യതയും സ്നേഹവും വിശുദ്ധിയും ഈ മാതാവിൽ വെളിപ്പെട്ടിരുന്നു. തൻ്റെ വാക്കുകൾ കൃപയോട് കൂടിയത് ആയിരുന്നു. സഭയ്ക്കും തൻ്റെ മക്കൾക്കും താൻ ഉത്തമമായ ഒരു മാതാവായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ അത്യന്തം ഉത്സാഹിയായിരുന്നു ഈ അമ്മ. മറ്റു യോഗങ്ങൾ പോലും തുടക്കമായിരുന്നില്ല. ഈ അമ്മയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം അത്രമാത്രം മാതൃകാപരമായി ജീവിച്ചു. വളരെ നിശബ്ദമായ ഒരു ജീവിതമായിരുന്നു ഈ മാതാവിൻ്റേത്. എനിക്ക് ഈ അടുത്ത ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശനിയാഴ്ച ആയതിനാലും എനിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രോഗ്രാം ഉള്ളതിനാലും സാധിക്കുന്നില്ല. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമാധാനത്തിൻ്റെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുമ്പ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എൽഡർ ടോജി, എൽഡർ അൽഫോൻസ് ഇവരൊക്കെയും അവരുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മയുടെ അന്ത്യശുശ്രൂഷയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മയ്ക്ക് ദൈവം കൊടുത്ത നല്ല അവസാനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര വേഗത്തിൽ പോകുമെന്ന് ചിന്തിച്ചിരുന്നില്ല. വളരെ താഴ്മയോടെ, സൗമ്യതയോടെ, സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പാൻ, ദൈവസന്നിധിയിലൊക്കെ വരുവാൻ, പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കുവാൻ അമ്മയ്ക്ക് ഇടയായി തീർന്നു. കഴിഞ്ഞ ഞായറാഴ്ച സഹായത്തിന് വന്നില്ല. മുമ്പ് എല്ലാ ഞായറാഴ്ച അങ്ങനെ നടക്കാറില്ല. സൗഖ്യമില്ലെങ്കിലും കടന്നു വരികയും പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യും.
പക്ഷേ ഞായറാഴ്ച വന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, ആരും പറഞ്ഞതുമില്ല. വ്യാഴാഴ്ച അശ്വിനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ ഉടനെ തന്നെ വീട്ടിൽ ചെന്നു. അപ്പോൾ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. ഇപ്പോൾ പറഞ്ഞു ഞായറാഴ്ച വന്നിരുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് എന്താ വിളിച്ച് പറയാതെ, അത് അമ്മ പറഞ്ഞു അവരെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പോലും കുറേ നേരം അമ്മയുടെ അടുത്ത് പോയിരുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഇടയാക്കുന്നു. വളരെ പ്രത്യാശയോടെ കടന്നു പോകുവാൻ ദൈവം അവിടെ സഹായിച്ചു. ഒരു ദിവസം പോലും കിടക്കയിൽ കിടന്ന് കഷ്ടപ്പെടുവാൻ മറ്റുള്ളവർക്ക് ഭാരമായി തീരുവാനൊന്നും ഇടയാക്കിയിരുന്നില്ല. ഇന്നലെ പോലെ നമ്മൾ ചോദിച്ചു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സ്നേഹിച്ചതിനാല്, കർത്താവിൻ്റെ മുമ്പിൽ മാതൃകയോടെ വിശ്വസ്തയോടെ വചനപ്രകാരം ജീവിച്ചതിനാല് കർത്താവ് മാതാവിന് നല്ലൊരു അവസാനം കൊടുത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവിനെ ശുശ്രൂഷിപ്പാൻ മകൾക്കും സഹോദരനും കർത്താവ് കൃപ കൊടുത്ത് നന്നായി അവർ മാതാവിനെ അന്ത്യം വരെയും ശുശ്രൂഷിക്കുകയുണ്ടായി. യുഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്തോത്രം. ഈ മാതാവ് ജീവിച്ചപ്പോൾ ചെയ്തതായ പ്രവൃത്തികളെയും നല്ല ജീവിതത്തെയും കുറിച്ച് മക്കളും സഭയിലുള്ളവരൊക്കെ സാക്ഷി പറയാനില്ലായിരുന്നു. നാം മരിക്കുമ്പോൾ ഇതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അടക്കാരാധന ആഗ്രഹിക്കും. സ്വാപ്രസംഗിൽ പറയുന്ന ഒരു മനുഷ്യന് 100 മക്കളുണ്ടായിട്ടും വലിയ സമ്പന്നനാണെങ്കിലും ഒരു അടക്കാരാധന ലഭിക്കാതെ പോയാൽ ചീനഴി പോയ മാംസകഷണത്തിന് തുല്യമെന്നാണ്. ലോകത്തിൽ എല്ലാവർക്കും അടക്കാരാധനയൊന്നും കിട്ടുന്നില്ല. കൊറോണ സമയത്ത് എത്ര പേര് മരിച്ചു. നാമൊക്കെ പറയുന്ന പുണ്യ നദികളിലൂടെ ഒഴുകിയ ശവങ്ങളായിരുന്നു. AC കൊണ്ടുവന്ന കുടി മാന്തി എടുത്ത് AC-യുടെ കൈകൊണ്ട് മനുഷ്യശരീരത്തിൽ തള്ളി ആ കുഴിയിലോട്ട് ഇടുകയാണ്. എല്ലാവർക്കും ഒരു അടക്കാരാധന കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഭക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ദൈവം മാനിക്കും. ഒരുവൻ ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മരിക്കുന്നു. മറ്റൊരുവനോ യാതൊരു വിധമായ നന്മയും അനുഭവിക്കാതെ വളരെ മനോദുഃഖത്തോടെ മരിക്കുന്നതാണ്. ഈ മരിക്കുവാൻ മനോദുഃഖവും പ്രയാസമുള്ളവരാണ് ഈ മരണം എന്ന് പറയുന്നത് പേടിച്ചു പോകുന്നത്. അവർ ഓടിക്കളയും. അവർക്ക് ഇഷ്ടമല്ല. കാരണം പോകാൻ അവർക്ക് താല്പര്യമില്ല. എന്നാലും ഒരു ദിവസം വന്ന് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് സമാധാനത്തോടെ പോകാൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അതാണ് നാം അന്വേഷിക്കേണ്ടത്. മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇരയറാച്ചെന്നൊരു കഴുകനോട് ഭൂമി ചെയ്യുമെന്ന് ദിവസത്തിൽ പറയുകയാണ്. കഴുകൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ മേഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു പരുന്ത് വന്ന് റാഞ്ചി കണ്ടു പോകുന്നത് പോലെ മനുഷ്യൻ അപ്രതീക്ഷിതമായ സമയത്ത് പോകുകയാണ്. അങ്ങനെ മനുഷ്യന്റെ ജീവിതവും അല്പശ്വാസമത്രേ എന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. മറ്റൊരു അഭിപ്രായം പറയുന്നത് വെള്ളത്തിലെ കുമിള പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ജീവിതം ഒരു നീർക്കുമിള പോലെയാണ്. അത് പെട്ടെന്ന് വരുന്നു, പൊട്ടിപ്പോവുകയാണ്. ജീവിതം ഒരു നീർക്കുമിളയല്ലയോ? അതിന്റെ ആയുസ് വളരെ നിമിഷങ്ങൾ മാത്രമാണ്. നമുക്ക് ആ കുമിള പൊട്ടാൻ ആ നിമിഷം മാത്രം മതി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതവും തമ്മിൽ. അവൻ ഓടയിൽ വാണാലും മേടയിൽ വാണാലും 6 അടി മണ്ണ് മാത്രമാണ് അവന്റെ അവകാശം. സ്വർണ്ണാഭരണങ്ങളും പട്ടും വിശേഷിക്കപ്പെട്ട വസ്ത്രങ്ങളെല്ലാം ഈ ശവപ്പറമ്പ് വരെ മാത്രമേ വരികയുള്ളൂ. അതിനപ്പുറം പോകുന്നത് ഒന്നും തന്നെയില്ല. അവിടെ എല്ലാവരും നിങ്ങളെ വിട്ട് എത്ര സ്നേഹിക്കുന്നവരായിരുന്നാലും നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യന്റെ ഉള്ളിലെ ഒരാത്മാവ്, ആ ആത്മാവിന്റെ വില എന്തെന്ന് ഗ്രഹിക്കാൻ, അത് മനസ്സിലാക്കുവാൻ ഭൂമിയിൽ വെച്ചൊരു മനുഷ്യന് അവസരം ലഭിക്കുകയാണെങ്കിൽ അവൻ ധന്യനായി. ആത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരു ആത്മാവാണ് നമ്മുടെ ഈ ശരീരത്തിന് ദൈവം തന്നിരിക്കുന്നത്. അത് നിത്യമരണമാകുന്ന 2ാം മരണത്തിൽ പോകാതിരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷയെ കരസ്ഥമാക്കി ജീവിക്കുന്ന മനുഷ്യൻ ലോകത്തിൽ ഭാഗ്യവാനാണ്. എന്തെല്ലാം ഉണ്ടായാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതിന് മറുവിലായി നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ഒന്നും സാധിക്കത്തില്ല. ഇപ്പോഴത്തെ അല്പനേര ധ്യാനത്തിനായി സദൃശ്യവാക്യം
അതിന്റെ 31-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്ന് അവന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. യഹോവാഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുക. അപ്പോ ദൈവഭക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ ലോകത്തിൽ വിവിധമായ ഭക്തികളുണ്ട്. ദേശഭക്തി അല്ലാതെ വിവിധമായ രീതിയിലുള്ള ഭക്തികളെ കുറിച്ചൊക്കെ ലോകം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ദൈവഭക്തി ഈ ലോകത്തിനും വരുവാനുള്ള ലോകത്തിനും പ്രയോജനമുള്ളതാകുന്നുവെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കും. അപ്പോൾ യഥാർത്ഥ ഭക്തി ആരാണ്? എവിടെയാണ് ഈ ഭക്തി നമുക്ക് ലഭിക്കുന്നത്? ആരാണ് ഭക്തിയെ നമുക്ക് തരുന്നത്? യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയോടുള്ള ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അതെന്നാണ് അതിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നത്. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം. യഹോവയോടുള്ള ഭക്തിയാണ് ജ്ഞാനം. അപ്പോ ദൈവഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുന്നത് ഭക്തരായി ജീവിച്ച് യഥാർത്ഥ ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നവരാണ്. ഈ അധ്യായം നാം പഠിക്കുമ്പോൾ ഒരുപാട് ആഴമേറിയ കാര്യങ്ങൾ ഇയ്യോബ് പറയുന്നുണ്ട്. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, ഈ ജ്ഞാനം ഈ ഭക്തി എന്നിലില്ല എന്ന് വിലയേറപ്പെട്ട ഓഫീർ തങ്കവും രത്നങ്ങളും വെള്ളിയും പൊന്നുമൊക്കെ ഇതൊന്നും എന്നിലില്ല എന്ന് പറയുക. ഈ ഭക്തിയെ പ്രാപിക്കുവാൻ പൊന്നോ വെള്ളിയോ ഓഫീർ തങ്കമോ ഇങ്ങനെ വിലയേറിയ സ്ഫടികമോ ഇങ്ങനെ വിലയേറിയ വസ്തുക്കൾ കൊണ്ടുപോയി വെച്ചിട്ട്, ഇത് നമ്മൾ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പൈസ മേടിക്കുന്നത് പോലെ എന്നെ ഇത്രയും ഓഫീർ തങ്കമുണ്ട്, സ്ഫടികമുണ്ട്, ഇത് വെച്ചിട്ട് കുറച്ച് ഭക്തി ഇഞ്ഞ് തന്നേരെ എന്ന് പറയാൻ ഒക്കത്തില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പറവകൾ പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് ഗുപ്തമായിരിക്കുന്നു എന്ന് പറയുകയാണ്. നരകവും മരണവും പറയുകയാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഞങ്ങളിലില്ല. 22-ാം വാക്യത്തിൽ അതാണ് വായിക്കുന്നത്. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ഞങ്ങളുടെ ചെവിയിലൂടെ കേട്ടിട്ടുണ്ട്, എങ്കിലും ഇവർക്ക് ആർക്കും അറിയില്ല. നരകത്തിനും പാതാളത്തിനും മരണത്തിനും ആ പറവകൾക്കും സ്വർണത്തിനും വെള്ളിക്കും പൊന്നിനും ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സംഭവമാണ്, ദിവ്യ സ്വഭാവമാണ് ദൈവഭക്തി. എന്നാൽ ഭൂമിയിൽ ഭക്തരായ ജനങ്ങൾ ദൈവത്തെ ഭയന്ന് അവരത് പ്രാപിക്കുക. എന്നിട്ട് പറയും, ഈ ഭക്തി എവിടെ കിട്ടും, ഇത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ആ അധ്യായത്തിൽ തന്നെ വായിക്കും. എവിടെയാണ് യഥാർത്ഥ ദൈവഭക്തി ലഭിക്കുന്നത്? ഈ ഭക്തിയിലൂടെ ഈ ജ്ഞാനത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എവിടെയെങ്കിലും പോയി പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണോ? ഒന്നും സാധിക്കത്തില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ജ്ഞാനമായിരുന്നു ക്രിസ്തു. ആ ജ്ഞാനം ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവം ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മനസ്സിൽ മുന്നിൽ നേരത്തെ തന്നെ സ്നേഹിച്ചവരെ ആ ലോകം സൃഷ്ടിക്കുമ്പേ അവരുടെ തേജസ്സിനായി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ തേജസ്സിന്റെ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് അവരുടെ തേജസ്സിന്, അവർ പ്രാപിക്കേണ്ട തേജസ്സിന് വേണ്ടി മുൻനിയമിച്ചവനാണ് ക്രിസ്തു. അതാണ് അവിടെ. അത് ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഭക്തിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയും നമുക്ക് വേണ്ടി ഒരുവൻ മറുവിലയായി കൊടുത്തു. അതാണ് യേശുക്രിസ്തു. പാപികൾക്ക് വേണ്ടി, നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കുമായിരിക്കും. എന്നാൽ കൊടും പാപിയോ ഒരുത്തന് വേണ്ടി
ആരും മരിക്കാറില്ല. ഞാനും നമ്മൾ ഓരോരുത്തരും മഹാഭാവികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ, ദൈവമില്ലാതിരുന്നപ്പോൾ, ദൈവഭയമില്ലാതെ ജീവിച്ചിരുന്നപ്പോൾ, അത് യഥാർത്ഥ ദൈവ സ്നേഹം എന്തെന്ന് അറിയാതിരുന്നപ്പോൾ, ഈ കാൽവരിയിലെ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മെ തേടി വന്നത്. അതാണ് ഞാൻ. ലോകത്തിൽ കർത്താവായ തേജസ്സിന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ പ്രിയ കേൾവിക്കാരെ, പ്രിയ ദൈവജനമേ, പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഈ രക്ഷകനായ തേജസ്സിന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുമോ എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ്. പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ അവർക്ക് ദൈവമക്കളായി തീരുവാനുള്ള അധികാരം കൊടുക്കുക. നാം ദൈവമക്കളായി തീരുവാൻ തന്റെ മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ ചിന്തിക്കുന്നതാണ്. ഒരിക്കലും പറ്റാത്ത എത്ര കുടിച്ചാലും തൃപ്തി വരാത്ത മനുഷ്യന്റെ രക്തദാനത്തിന്റെ ചരിത്രമാണ് ക്രിസ്തു. എത്ര പാപം ചെയ്താലും തൃപ്തി വരുന്നില്ല. എത്ര രക്തം കുടിച്ചാലും തൃപ്തി വരികയില്ല. ആ ചരിത്രമാണ് ക്രിസ്തു. ഇങ്ങനെ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരയാഗമായി ആ ലോകത്തിന്റെ മധ്യഭാഗത്ത് യെരൂശലേമിൽ കാൽവരി മലമുകളിൽ പച്ചമരക്കുരിശിന്മേല് മൂന്നാണികളിന്മേൽ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തെ നോക്കൂ. പ്രിയ സഹോദര സഹോദരി, നശിച്ചു പോകാതിരിക്കുവാൻ, രണ്ടാം മരണമാകുന്ന നിത്യമരണത്തിൽ നിന്റെ ആത്മാവ് പോകാതിരിക്കുവാൻ ഇത് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ഒരുവൻ തൂങ്ങിക്കിടക്കുകയാണ്. കുരിശിൽ മരിക്കുന്നവരെ വേദന സഹിക്കേണ്ടി അവർ വരികയാണ്. അങ്ങനെ വേദന അവർ അധികമായി മുറിവുകളിലൂടെ ഒഴുകുന്നതായ ആ രക്തവും ആ വേദന സഹിക്കവയ്യാതെ പെട്ടെന്ന് തന്നെ ആ മുറിവുകളൊക്കെ നീലിമ പഠിച്ചിട്ട് പെട്ടെന്ന് പനി വന്ന് ചിലർ മരിച്ചു പോകും. എന്നാൽ ചിലര് കുറച്ചുകൂടെ ക്രൂശിക്കിടക്കും. എങ്കിലും വേദന ഭയങ്കരമായി അവരുടെ ശരീരം ഷിവർ ചെയ്യുമ്പോൾ ഈ കുത്തിയ പടയാളി തന്നെ അവരുടെ വേദന സഹിക്കാതിരിക്കാൻ ഏതെങ്കിലും ലഹരിയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കാൻ നോക്കും. യേശു അതും തെറ്റിച്ചു. മറ്റൊന്ന്, അവർ ഇങ്ങനെ പിടയുന്നത് കാണുമ്പോൾ ആ പടയാളികൾ പെട്ടെന്ന് കാലൊടിച്ചോ കുന്തം കൊണ്ട് കുത്തിയോ ഒക്കെ ആ ശരീരത്തെ ഇറക്കി എടുത്ത ഉടനെ തന്നെ ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ എറിഞ്ഞു കൊടുക്കും. ഇവനെ മരിച്ചുവോ ഇല്ലയോ എന്നറിയാൻ വന്നപ്പോൾ കാലൊടിക്കാൻ വന്ന അതിന് മുമ്പേ അവർ മരിച്ചു. അതെ, പാപമില്ലാത്ത പരിശുദ്ധൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നതാണ്. അവൻ നമ്മെ വീണ്ടെടുക്കുവാനായി ഭൂമിയിൽ വന്നപ്പോൾ തേജസ്സിന്റെ കിരീടമല്ല നമ്മുടെ പാപം, നമ്മുടെ ചിന്തകൾ കൊണ്ട് ചെയ്ത പാപം മുള്ളിന്റെ മുനയാണ് ആ തേജസ്സിന്റെ കിരീടം വെക്കുന്ന സ്ഥലത്ത് ആഞ്ഞടിച്ചടക്കിയത്. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ, നമ്മെ നിത്യരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യനെ രക്ഷിക്കാൻ നൽകിയ ഒരേ ഒരു നാമം യേശു. ആ നാമമാണ് യഥാർത്ഥ ഭക്തിയെ ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്നത്. ഓരോ ശ്രീക വീണ്ടും തുടരുകയാണ്. 1 അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ പ്രശംസിക്കുന്നവൻ ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ എന്ന് പറയുക. ദൈവഭക്തരായവർക്ക് ക്രിസ്തുവിൽ പ്രശംസിക്കാൻ വഴിയുണ്ട്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ന്യായവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് വായിക്കും. ക്രിസ്തുവിലൂടെ ഉള്ളതായ രക്ഷയാണ് ശാശ്വതമായ മാർഗം. അങ്ങനെ അവനിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷവും. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ ഭയത്തെയും ഭക്തിയെയും കുറിച്ച് അറിയിക്കുവാൻ ലോകത്തിൽ പല കുടുംബങ്ങളിൽ കിടന്നവരെ നമ്മെ എല്ലാവരെയും ദൈവം അതാത് സമയങ്ങളിൽ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. സമൂഹത്തിൽ വെച്ച് നോക്കിയാലും വിവിധ സമുദായങ്ങളിൽ വെച്ച് നോക്കിയാലും ഏത് സമുദായ വ്യത്യാസമില്ലാതെ ഏത് സമുദായത്തിൽ ഭക്തിയുള്ളവരായി ജീവിക്കുന്നത് അവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ഉള്ളത്തെ ദൈവം തുറക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിന്റെ 14 വാക്യം നാം വായിക്കുമ്പോൾ തുയതേന പട്ടണക്കാരത്തിയും രക്താമ്പളം വിൽക്കുന്നവളുമായ ലുദിയ എന്നൊരു സഹോദരിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. അവൾ രക്താമ്പലം വിൽക്കുന്നവളാണ്, വിശ്വാസിയോ ഒന്നുമല്ല, ഏതോ സമുദായത്തിൽപ്പെട്ടവരാണ്.
ആ സമുദായ വ്യത്യാസമില്ലാതെ അവൾ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു എന്നാണ് 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. തൂനിതയിലെ പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലൂദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ദൈവഭക്തിയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ആ ദൈവഭക്തിയായ സ്ത്രീയുടെ ഹൃദയത്തെ ദൈവം തുറന്നു എന്നാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്. പൗലോസ് പറയുന്നതായ ആ വാക്യം. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. ഏത് മതസ്ഥരായിരുന്നാലും, അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യൻസോ ജൈനമതമോ ബുദ്ധമതമോ ലോകത്തിൽ കാണുന്ന ഏത് മതസ്ഥരായിരുന്നാലും അവിടെ ഭക്തിയോടെ ജീവിക്കുന്നവരെ ഒരു ദിവസം സുവിശേഷം കൊണ്ട് അവിടെ ഹൃദയത്തെ ദൈവം തുറക്കും. ഇവിടെ ആരെങ്കിലും ഭക്തിയുള്ള ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഈ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം നിങ്ങൾ കേട്ട് ഹൃദയത്തെ തുറക്കൂ. യഥാർത്ഥ ദൈവഭക്തിയെ ഗ്രഹിക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി തുടർന്ന് താഴ്ത്തു വായിക്കുമ്പോൾ ലൂദിയ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ ഞാൻ വിശ്വസ്ത എന്ന് കാണുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ഭവനത്തിൽ വന്നിട്ട് പോകണം. അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റ് ഭക്തിയോടെ ജീവിക്കുവാൻ തുടങ്ങിയെന്ന് വായിച്ചത്. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെ അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ കർത്താവിൽ ഞാൻ വിശ്വസ്തയാണെങ്കിൽ അപ്പോസ്തലന്മാരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കുടുംബമായ ഒരു ദൈവത്തെ ആരാധനയ്ക്ക് പോവുകയാണ്. ജലസ്നാനം അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിനോട് ചേരണം. സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സഭയോട് ചേരാനല്ല, കർത്താവായ യേശുവിനോട് ചേരുവാനാണ് സ്നാനം. ഈ മാതാവ് സ്നാനമേറ്റു, കർത്താവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തന്റെ ഉദരഫലത്തെ ഒന്നിനെ കർത്താവിന്റെ വേലയ്ക്കായി കൊടുത്തു. ആ മാതാവിനെ ലഭിച്ച ഭാഗ്യം അത് അവർണ്ണനീയം തന്നെയാണ്. കർത്താവ് സ്നാനമേറ്റതുപോലെ ജീവിച്ചിരിക്കുന്ന നാമം ദൈവകൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിക്കണം. റോമാലേഖനം 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്ന സ്നാനം, അവന്റെ മരണത്തിൽ പങ്കാളിയായി മരിച്ചവരെ കുഴിച്ചിടുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. പിന്നെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു അനുഭവമാണ് സ്നാനം. മരിച്ച ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അവർ സ്നാനപ്പെട്ടതിലേ മതിയാകി. അടിസ്ഥാനമായ ഉപദേശമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലും കൃപാവരങ്ങൾ 9 വരം ജ്വലിപ്പിച്ചാലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്താലും ഏതെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്താലും നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ ആവരിക്കുന്നില്ല. സ്നാനം ഫണ്ടമെന്റൽ ഡോക്ടറിനാണ്, അടിസ്ഥാനമായ സത്യമാണ്. എങ്കിൽ മാത്രമേ ഈ ശരീരം രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ, ഭക്തന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന അവകാശത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ സത്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി സങ്കീർത്തനം 4-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നതിന്റെ ഭക്തന്മാരെ ദൈവത്തിനായി തന്നെ ദൈവം വേർതിരിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയാം. ലോകത്തിൽ ഭക്തിയുള്ള ജനങ്ങളെ ദൈവം വേർതിരിച്ച ഒരു വിശുദ്ധ ഗ്രൂപ്പുകളാക്കി മാറ്റുകയാണ്. എവിടെ നിന്നാണ് വേർതിരിയുന്നത്? അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വേർതിരിയും. പാപത്തെ വിട്ട് നീതിയിലേക്ക് അവർ വേർതിരിയും. ഒരു കാലത്തിൽ പാപത്തിന് ഉപയോഗിച്ച അവയവങ്ങളെ നീതിക്ക് ആയുധങ്ങളാക്കി മാറ്റുവാൻ അവിടെ വിട്ട് തിരിയുക. ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ദൈവജനത്തോടുകൂടെ കൂട്ടായ്മ ആചരിക്കുക. ലോകത്തിൽ നിന്ന് ലോകക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് ദൈവജനത്തോടുകൂടെ കൂട്ടായ്മയായിരിക്കും. ഈ ലോകം വിട്ട് നിത്യതയിൽ ദൈവത്തിന്റെ വീട്ടിലേക്ക് പോകുവാൻ അവർ വേർപെട്ട് ജീവിക്കുകയാണ്. അപ്പോ ഭക്തരായ ജനങ്ങൾ എവിടെയുണ്ട്? അവര് വേർപാടും ജീവിതത്തെ സൂക്ഷിക്കും. അവർ ഈ ലോകപ്രകാരം ആഡംബരത്തോടുകൂടെ പുളച്ച് അങ്ങനെ ജീവിക്കത്തില്ല. ആ ധനവാനെ കുറിച്ച് പറയുകയാണ്, ലാസറിന്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. ധനവാന് പേരുണ്ടായിരുന്നിട്ടും അവിടെ പേരൊന്നും എഴുതുന്നില്ല. അവൻ ആയുഷ്കാലം മുഴുവൻ സുഖിച്ച് ആഡംബരത്തോടെ ജീവിച്ചു. വേറെ ഭാഗങ്ങളൊന്നും ചെയ്തതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷേ നല്ല അടക്കാരാധനയെ കിട്ടി ഇവിടെ പോയത് യാതൊരു സന്ധിയിലാണ്. എന്നാൽ ഈ ദരിദ്രനോ ആ ദൈവദൂതന്മാർ വന്നവനെ പരദീസയിലേക്ക് വിശ്രമ സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. ഈ ധനവാൻ അവിടെ കിടന്ന് അവന് ഓർമ്മയുണ്ട്. അവൻ അബ്രാപിതാവേ എന്റെ ഈ ലാസറിന്റെ ചെറിയ വിരല് ആ വെള്ളത്തിലൊന്ന് മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ ഇങ്ങോട്ട് നയിക്കണമെന്ന് പറയുകയാണ്. സാധിക്കില്ല. അബ്രാപിതാവ് പറയുന്നു, മകനെ ഒരാഴ്ച മാത്രമേ നിനക്കുള്ളൂ, ഇനി അങ്ങോട്ട് വരാൻ സാധിക്കില്ല, നിനക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല.
നീ ജീവിച്ചിരുന്നപ്പോൾ സുഖത്തോടുകൂടെ ഇഷ്ടം പോലെ കുടിച്ചും കഴിച്ചും കളിച്ചും ഒക്കെ നീ ജീവിച്ചു. ഇവനോ ദരിദ്രനായി, ഇവൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇവൻ വിശ്രമിക്കേണ്ടത് നീതിയല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേർപെട്ട് ജീവിക്കുന്ന ജീവിതം നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ലോകത്തിൽ അവർ എല്ലാവരും ത്യജിക്കപ്പെട്ടാലും അവരെ മാറ്റി നിർത്തി ഇവരെല്ലാം ബന്ധപ്പൂസുകാരാണ്, ഇവരോട് സഹകരിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തിയാലും എത്രത്തോളം റിജക്ഷൻ, നിന്ന അനുഭവിക്കപ്പെടുന്നുവോ ആ നിന്ന നിത്യതയിലെ ധനമായി ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന ഏറ്റവും വലിയ ധനമായി മാറും. വേർപെട്ട് ജീവിക്കുന്നവർക്ക് ഈ ലോകം വിട്ടു പോകുമ്പോൾ കൊണ്ടുപോകാൻ അനേക സമ്പത്തുണ്ട്. എന്താണ്? ക്രിസ്തുവിന് വേണ്ടി സഹിച്ചത്, ഇന്ന് വിശുദ്ധിയായി ജീവിച്ചത്, ദൈവസ്നേഹത്തിൽ ജീവിച്ചത്, ദിവ്യ സ്വഭാവങ്ങൾ, പ്രാകൃതരായ നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വേർപാട് ജീവിതം ചെയ്ത ദിവ്യ സ്വഭാവങ്ങൾ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ദിവ്യ സ്വഭാവം അവിടെ എത്തും. അതാണ് ആ പാട്ടിൽ പാടുന്നില്ലേ, മാന്തറുകൾ ഏവരും ഇവിടെ എല്ലാവർക്കും താമസിക്കാനുള്ള ഭവനം അവിടെ ഉണ്ടെന്നാ പറയുന്നത്. വരാൻ പറയുക, നിങ്ങൾക്ക് ഒരു ഭവനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്, വരാൻ പറയുക. അതേ ആ ഭവനം എവിടുന്നാണ് പണി? ഇവിടെ കൊണ്ടാണ് പണിയുന്നത്. ഇവിടെ വെച്ച് നാം നമ്മുടെ ജീവിതത്തെ ശരിയായ സത്പ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി നമ്മെ തന്നെ താഴ്ത്തി പണിതാൽ, യഥാർത്ഥ ഭക്തിയോട് ജീവിച്ചാൽ നിശ്ചയമായി ദൈവം നമുക്കായി നിത്യഭവനിൽ ചേരാൻ സാധിക്കും. ഏതാണ് യഥാർത്ഥ ഭക്തി എന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ വായിക്കുന്നു. ഏതാണ് യഥാർത്ഥ ഭക്തി? വായിച്ചാട്ടെ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ദൈവഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ലോകത്തിലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. ലോകത്തിലുള്ള കളങ്കം പറ്റുന്നു. മീന് ഉപ്പ് നിറഞ്ഞ കടലില കിടക്കുന്നത്, പക്ഷെ ആ ഉപ്പ് ആ മീന്റെ ശരീരത്തിൽ വളരത്തില്ല, വളരെയല്ല. അത് കഴിക്കണമെങ്കിൽ നമ്മൾ ഉപ്പിടണം. ഇതുപോലെ ദൈവമക്കൾ നശിക്കുന്നതായ ഈ ലോകത്തിൽ, തീക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ലോകത്തിലെ മണ്ണ് നമ്മുടെ ജീവിതത്തിൽ പുരളാതെ, ആ മണ്ണ് കളങ്കമേൽക്കാതെ ജീവിതം ചെയ്യുക, അതാണ് യഥാർത്ഥ ദൈവഭക്തി. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് അത് ആഗ്രഹിക്കുന്നു? പണമൊന്നും കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട, ജീവിതത്തിൽ തീരുമാനമെടുത്താൽ മതി. കൈക്കൂലി വാങ്ങാതെയും അനീതിയൊന്നും ചെയ്യാതെയും ആരുടെയും ഒന്നും മോഹിക്കാതെയും ഇങ്ങനെ വേദപുസ്തകത്തിൽ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. കളങ്കം പറ്റാതെ ഈ ചെളി നമ്മുടെ ശരീരത്തിൽ പുരളാതെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവഭക്തി. ഒരു വിശുദ്ധൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, എനിക്ക് സമ്പാദ്യമായിട്ട് ഈ ലോകത്തിൽ വേറൊന്നുമില്ല എങ്കിലും പറയുന്നത് ഈ മല്ലപ്പെടാത്ത ഈ വസ്ത്രവും കറവറ്റാത്ത ഈ ജീവിതവും മാത്രമുള്ളതാണ്. ജീവിതത്തെ മലിനമാക്കാതെ ശുദ്ധമായി സൂക്ഷിക്കുവാൻ, കറയില്ലാത്തതായി കളങ്കമില്ലാത്തതായി സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ദൈവഭക്തി. അങ്ങനെ ഭക്തിയുള്ള അവരുടെ മരണവും യഹോവയ്ക്ക് വിലയേറിയതാണ്. ഭക്തിയുള്ള ഈ ക്രിസ്തുവാകുന്ന ജ്ഞാനത്തെ അവർ അറിഞ്ഞവർ, ഭക്തിയോടെ ജീവിച്ചവരെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. അവർ മരിക്കുന്നത് വിലയേറിയതെന്ന് സങ്കീർത്തനം 116:15 നാം വായിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറി. ഈ അമ്മ മരിച്ചപ്പോൾ വളരെ ശാന്തയായി സമാധാനത്തോടെ പോയി. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല മരിക്കുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ ഈ വേദപുസ്തകം പുരാവസ്തുവായി മാറുന്ന പറഞ്ഞതായ ഓട്ടകർ മരിക്കുന്ന സമയത്ത് മരിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെ ശുശ്രൂഷിച്ച് എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം, ഒരു വെള്ളമെങ്കിലും കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് അവർ ഒരു ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനെ പിടിച്ചുകൊണ്ടുപോകും. ആ നേഴ്സ് പറയാണ്, ഇംഗ്ലണ്ട് വിറ്റ് ആ ഇംഗ്ലണ്ടിന്റെ വിറ്റ് പകുതി പണം എനിക്ക് തന്നാലും ഒരു നിരീശ്വരവാദിയെ ഞാൻ ശുശ്രൂഷിക്കുന്നില്ല. അവരുടെ മരണം ഭയങ്കരമായി. റഷ്യയിലുള്ള കലോഷിനിക്കാവ് മിഖായൽ എന്ന് പറയുന്ന ഒരുത്തൻ, അവനാണ് AK-47 കണ്ടുപിടിച്ചത്. താൻ മരിക്കുന്ന സമയത്ത് മരിക്കുന്നില്ല, വേദന കൊണ്ട് കിടന്ന് മരണഭൂതൻ ഇവനിട്ട് വേദനിപ്പിക്കുകയാണ്, വേദനിപ്പ് കിടന്ന് പിടയ്ക്കുകയാണ്. അവസാനം ഓർത്തുള്ള സഭയിൽ അച്ഛൻ കത്തെഴുതി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലുക, എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കൂ, ഞാൻ വേദനപ്പെട്ട് നിലവിളിക്കുന്നു. അതിൽ എഴുതി ചേർത്ത വാക്കുകൾ ഇതാണ്, ഞാൻ കണ്ടുപിടിച്ച തോക്കുകൊണ്ട് ഓരോ പോലീസുകാരൻ
പിന്നെ തീവ്രവാദികൾ, ആ കൂലിപ്പട്ടാളക്കാർ, ലോകത്തിലുണ്ടായ എത്ര പേര് ജനങ്ങൾ അനധികൃതമായി ജീവിക്കുന്നവർ, ഗവൺമെന്റ് തന്നെ ഉപയോഗിക്കുന്ന ഒരു ദിവസം എത്ര പേരാണ് മരിക്കുന്നത്? ഓരോ കൊലയിലും എന്റെ ഉത്തരവാദിത്തമില്ലേ? ഞാൻ അതില്ലേ? അതവരെ പേടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരിക്കുമ്പോൾ സമാധാനത്തോടെ മരിക്കണം. നീതിമാന്റെ മരണം ഉറക്കം പോലെ. ആ മകൾ സാക്ഷി പറഞ്ഞപ്പോൾ ചായ അടിച്ചിട്ട് വരാൻ പോയിട്ട് വരുന്നതിനുള്ളിൽ അമ്മയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി. ചോദിക്കാൻ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ പോയി? എവിടെയെങ്ങും ആരുമില്ല. എന്റെ ദൂതന്മാർ വന്നു. എന്താണ് പറഞ്ഞത്? പറയുകയാണ്, കാഹളനാദം കേൾക്കാൻ ശ്രദ്ധയോടെ ഇരിക്കണം. കാഹളത്തിന്റെ ധ്വനിയോടെ വരും, മരിച്ചവർ ഉയർത്തും. അന്നാ പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈ കാഹളശബ്ദം കേൾക്കാൻ ഇവിടെ വെച്ച് സുവിശേഷമാകുന്ന ആദ്യ കാഹളം കേട്ടവരെ അന്ത്യകാഹളം കേൾക്കാനുള്ള ശ്രവണശക്തി ഉണ്ടാകും. ഇന്ന് സുവിശേഷം കേട്ടിട്ട് ത്യജിച്ച് കളയുന്നവർക്ക് അന്ത്യകാഹളത്തിന്റെ നാദം കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ മരിക്കുമ്പോൾ നാം സമാധാനത്തോടെ മരിക്കും. അതിന് ഭക്തരായി നാം ജീവിക്കണം. ലേഖനത്തിൽ മരിക്കുന്നവരെ കുറിച്ചുള്ള നില പറയുകയാണ്. അത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറയുകയാണ്. ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ ക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശിക്ഷിക്കുന്നവർ കണ്ണിവെക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിക്കും. നിദ്ര കൊള്ളുന്നവരിൽ അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയും. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ എത്ര പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാകില്ല. എന്നാൽ വീട്ടിൽ നടന്നതായ കാച്ചിലിന് അത് പട്ടുപോയാൽ നോക്കിയും ആ കാച്ചില് ഒന്നാണ് കിട്ടുന്നത്. അതിൽ വേറെ ഒരുപാട് കാച്ചിൽ കിട്ടുന്നില്ല. നെല്ലും ഗോതമ്പും ചക്കയും എല്ലാം കൊണ്ട് മനുഷ്യനാണ് വിതയ്ക്കുന്നത്. ആ വിത എത്ര ഫലങ്ങളാണ് തരുന്നത്. ആ വിതയ്ക്കുന്ന മനുഷ്യ, നിന്റെ ഈ ശരീരം വിതച്ചാൽ ഒരു രൂപാന്തര ശരീരം നിനക്ക് കിട്ടുമെന്ന് എന്തുകൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല? അത് വിശ്വസിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. ഇതിഹാസങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും എല്ലാ ഇതിഹാസവും ചരിത്ര പുരുഷന്മാരെല്ലാം മരിച്ചു മൺമറഞ്ഞു. മൺമറഞ്ഞ മൺശരീരത്തെ മണ്ണാക്കി മാറ്റി മണ്ണിനും മരണത്തിനും അധികാരം കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ശരീരം പാപം ചെയ്യാത്ത യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഞങ്ങളുടെ പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ഒരു മകളെ കർത്താവിന്റെ വേലയ്ക്കായി കൊടുത്തത്. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ആരുടെയും കൂലിയോ ശമ്പളമൊന്നും കൊണ്ടല്ല. കർത്താവിന് വേണ്ടി സ്ഥാനാധിപതികളായി സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യാം. ഈ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും കൂടി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് നിന്റെ രക്ഷയുടെ ദിനമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്ന സ്തെഫാനോസ് ആ കൃപായുഗത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി ദൈവത്തെ നോക്കി ദൈവം അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ കല്ലുകൾ കൊണ്ട് മരിക്കുകയാണ്. അവന്റെ ശരീരം ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം കൊണ്ടുപോയി എന്നാണ് എഴുതി. അപ്പോ ഭക്തന്മാരുടെ ഭരണവും വിലയേറിയതാണ്. ആ ഭക്തന്മാർ തന്നെ അവരെ സ്തെഫാനോസിനെ അടക്കുകയാണ്. ആ അടക്കാരാധന ശുശ്രൂഷയിലാണ് ശൗല് പൗലോസായി മാറിയത്. അതാണ് എന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്താണ്? അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. സ്തെഫാനോസിനെ കൊല ചെയ്യുന്നത് ശൗലിന് സമ്മതമായിരുന്നു. പക്ഷെ അവന്റെ അടക്കാരാധനയിൽ ശൗല് പൗലോസായി മാറി. ഹല്ലേലൂയ. ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ അപ്പോസ്തലൻ. ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു കോമായിട്ടാൽ അതെല്ലാം ജീവനായി മാറുവാൻ തക്കതായ ഒരു പൗലോസിനെ സൃഷ്ടിച്ചെടുത്തത് രക്തസാക്ഷിയായി മരിച്ച സ്തെഫാനോസിന്റെ അടക്കാരാധനയാണ്. ഇവിടെ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ ദിനമാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടേക്ക്. ഹല്ലേലൂയ. ആ പൗലോസിനെയാണ് പിൻകാലങ്ങളിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അവന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാ സമുദായവും എല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റിയത്. ആ അപ്പോസ്തലൻ അവന മൽക്കിസദേക്കിന്റെ പൗരോഹിത്വമാകുന്ന ഈ ശുശ്രൂഷയെ കുറിച്ച് ശരിയായ രീതിയിൽ വേദപുസ്തകത്തിൽ സ്ഥാപിച്ച് എഴുതിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നില്ല. അതുകൊണ്ട് സത്യം നന്നായി മനസ്സിലാക്കി ഭക്തന്മാരുടെ മരണവും യഹോവയ്ക്ക് വിലയേറിയതാണ്. അടക്കാരാധനയും ദൈവത്തിന് പ്രയോജനമാണ്, അനേകർക്ക് പ്രയോജനമായി തീരുകയാണ്. അങ്ങനെ ഒരു സത്യമാണ് അപ്പോസ്തലിസം. അമേരിക്കയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതായ സ്മിത്ത് വിംഗിൾസ് എന്ന് പറയുന്ന ഒരു സുവിശേഷനുണ്ട്. അദ്ദേഹം ഭയങ്കര അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ, മരിച്ചവരെയൊക്കെ ഉയർപ്പിക്കും. താൻ ഒരു ദിവസം
താൻ ശുശ്രൂഷയെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നിന്റെ ഭാര്യ വീട്ടിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ആ മരിച്ചു കിടക്കുന്നതിന്റെ ഭാര്യയെ കണ്ടിട്ട് നീ എന്നോട് പറയുക എന്തിനാണ് പോയെന്ന് പറഞ്ഞ ആ മരിച്ച ശരീരത്തെ എടുത്തു നിർത്തിയിട്ട് താൻ പ്രാർത്ഥിച്ച് പോയ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നു. ഒരു ജീവനോടെ വന്നപ്പോൾ പിന്നെ ആ സ്ലീപ്പിംഗ് ഗിൾസിനോട് ഭാര്യ പറയുകയാണ്, നിങ്ങൾ എന്തിനെ തിരിച്ചു കൊണ്ടുവന്നു? ഞാൻ സ്വർഗത്തിൽ എന്റെ യേശുവിനോടൊപ്പം സന്തോഷിക്കുകയായിരുന്നു, ആനന്ദിക്കുകയായിരുന്നു. ഇനി ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാര്യയായി ജീവിക്കാൻ ഇനി ഞാനില്ല എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഈ ബ്രഹ്മചാരികളായ ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതിയായ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാവരും വെറുത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ അവർ പ്രാപിക്കുന്ന തേജസ്സും അവരുടെ ശുശ്രൂഷയും എത്ര മഹത്വമേറിയതായിരിക്കും. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ അമ്മ ഒരു മകളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തത്. നിങ്ങളുടെ മക്കളെ ആർക്കും ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിത്യതയിൽ പ്രതിഫലം, അവർണ്ണനീയമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമ്മെ തന്നെ താഴ്ത്താം, ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. ഭക്തിയുള്ളവരായി ജീവിച്ചാൽ നിശ്ചയമായി ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കും. ഇല്ല, ആ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരാത്തവർക്ക് ഉള്ള സിംഹാസനത്തിന് മുമ്പാകെ കുതിക്കേണ്ടി വരും. രണ്ടാം മരണമാണ് ആത്മാവിന്റെ മരണം കേൾക്കേണ്ടി വരും. അത് വരുന്നതിന് മുമ്പേ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് കർത്താവായ യേശുവിലൂടെയുള്ള രക്ഷയെ പ്രാപിക്കാം. സഹോദര സഹോദരി, നിനക്ക് പോകാൻ താല്പര്യമാണോ? ഇഷ്ടമാണോ? ഇരിക്കാൻ ഇഷ്ടമാണോ? അത് വരുന്ന നേരം സന്തോഷമാണോ? ഒന്ന് മാത്രം ചിന്തിക്കൂ, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നീ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ഏത് സമയത്ത് മരിച്ചാൽ അതിന് സന്തോഷമാണ്. നിത്യതയിൽ പോകാം. നിത്യതയിൽ നാം കാണപ്പെടുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി ചൊന്ന് സ്തോത്രം ചെയ്യാം. ഇവിടെ നടന്നതായ എല്ലാ ശുശ്രൂഷയും ദൈവം അനുഗ്രഹമായി നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. നല്ല പാട്ടുകൾ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. നല്ല സാക്ഷ്യത്തെ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. കുടുംബാംഗങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം.
ജീവനുള്ള വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സെമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷയെ ദൈവം അനുഗ്രഹമായി നടത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. യാമാനവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിനെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടതാണ് സന്ധ്യാസമയത്ത് കാണാത്ത സ്തുതികളും മഹത്വപ്പെടുത്തുന്ന ദൈവരീ ശേഷമായ അമ്മയുടെ ജീവിതത്തിലും ദൈവമാണ് വിശ്വാസം നല്ല പ്രവൃത്തികളെ ഭാഗ്യത്തിനായി സ്തോത്രം വിശ്വാസത്തിൽ പാതയും ദൈവം കത്തർ ബൈബിൾ സ്ത്രീ പൂർവ്വപ്പെടുന്നത് പോലവേ ലോകത്ത് ജീവിക്കുന്ന ആവരയ്ക്കും ദൈവഭക്തി ദൈവത്തിൽ ജീവിപ്പാകുന്നത് ഭാഗ്യത്തിനായി സ്തോത്രം ഉലകത്താൽ അറിയപ്പെടാതെ വഴി തന്നെ കാത്തുള്ള മാസങ്ങൾ ദൈവത്തിൽ ശുദ്ധമായ ഭക്തി அப்படி தேவபக்தி ஒரு ஜீவிக்கும்படியாக உருவாக பாக்கியத்துக்காக ஸ்தோத்திரம் மூலமாக தேவநாத்தை வெளிப்படுத்திக் கொண்டு தேவனை ஆசீர்வாதமாக ஜீவிப்பாக உலகத்தில் தெய்வங்களுக்காக ஸ்தோத்திரம் நேர்மையோட சமாளத்தோடு படுக்கை இருப்பார்கள் போலவே உலகத்தில் ஜீவிக்கிறார்கள் சத்தியத்தின்படி நேர்மையாக ஜீவிப்பாக பாக்கியத்துக்காக ஸ்தோத்திரம் சமயத்தில் சமாளத்தோடு படுக்கை இருப்பார்கள் பாக்கி தந்தை அதே பார்த்து விசேஷமான சத்தியத்தை கேட்டதாக ஒவ்வொருவரும் இதே பாதை பின்பற்றிக்கொண்டு போவதை சகாயிக்க முடியும் പ്രാർത്ഥിക്കുന്ന സ്തോത്രം ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രത്യാശ ജീവിപ്പാണ് ഭാഗ്യത്തിനായി സ്തോത്രം നീതിമാനക്കോ മരണത്തിൽ പ്രത്യാശയുണ്ട് അതേ ജീവിക്കുന്ന ആളുകളേക്കും പ്രത്യാശ ജീവിപ്പാണ് ഭാഗ്യത്തിനായി സ്തോത്രം കാരണം ഒരിക്കൽ മുഴുവതും മരുത്തം ഉയർത്തുവാറുണ്ട് നാടും മരണമാക്കപ്പെട്ട് പ്രത്യാശയോടുകൂടി ഹൃദയമായി മൂന്ന് ജീവിപ്പാണ് ദൈവം സഹായം സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മോട് സകല വിശുദ്ധന്മാരോടും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും കർത്താവിന്റെ വരവരെയും എന്ന് നീക്കിയിരിക്കുന്നതാണ്. എല്ലാവരും അവിടെ ഇരുന്നാട്ടെ എല്ലാവരും ശുശ്രൂഷ ഇവിടെ തന്നെയുള്ള സമയത്തേക്കില്ലാത്ത എല്ലാവരുടെ ശുശ്രൂഷയിലും പങ്കെടുത്തിട്ടും അനുഭവമാണ്. സകലവും വിട്ടു ഞാൻ പോയിടുന്നേ യേശുവോട് കൂടെ വസിപ്പാൻ. സകലവും വിട്ടു ഞാൻ പോയിടുന്നേ യേശുവോട് കൂടെ വസിപ്പാൻ. നീത്തോടെ നാം കാംക്ഷി
നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഭക്തന്മാരെ കുറിച്ച് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടതാണ്. ഭക്തന്മാരുണ്ടെങ്കിൽ എല്ലാവരും സ്തോത്രം ചെയ്യും. സ്തോത്രം 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 സ്തോത്രം. പ്രിയ ഈ വിഷയമ്മയുടെ ഉള്ളിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഉള്ളതായ കോട്ടയം സുസംസ്കാരത്തിനായുള്ള ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണപാഠമായി തീരുമാനമാണ്. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ നല്ല പിതാവ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവിടെ ചെയ്തതായ ശുശ്രൂഷ അനുഗ്രഹിച്ച് ഇപ്പോൾ ഈ സംസ്കാരം ശുശ്രൂഷയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. ഓടാ, നീ വിതയ്ക്കുന്ന ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസവും വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസമിത്രങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള
പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ മാതാവിൻ്റെ മനോഹരമായ ജീവിതത്തെ ഈ ക്ഷണികമായ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം തനിക്ക് നൽകിയതായ എത്രയും വിലയേറിയ ആ രക്ഷിപ്പിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും, നമ്മളിപ്പോൾ അനുഗ്രഹീതമായ ഒരു വേദഭാഗം വായിച്ചു കേട്ടു. ദൈവത്തിന് അതിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തും എന്ന് നമ്മൾ വായിച്ചു. ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ ഉയർത്തെഴുന്നേൽപ്പാണ്. ദൈവത്തിന്റെ സ്വാമി ഈ ലോകത്തിൽ പല വിധത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്. പല ജാതീയ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്നവരോ. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ മരണം ഒന്നിൻ്റെയും അവസാനമല്ല എന്നും മരണത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ട് എന്നുള്ളതുമാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകളൊന്നും ഈ മരിച്ചുപോയ ആൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഭൂമിയിലെ വാസം തീർന്ന് തൻ്റെ പ്രാണൻ തന്നിൽ നിന്ന് വേർപെട്ട ആ നിമിഷം ദൈവം തനിക്കായി ഒരുക്കിയിരുന്ന അവകാശത്തിലേക്ക് താൻ പോയി ചേർന്ന് കഴിഞ്ഞു. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ എന്തെങ്കിലും ക്രിയകൾ ചെയ്യുന്നത് കൊണ്ടോ മരിച്ചുപോയ ആൾക്ക് യാതൊരുവിധമായ മോക്ഷവും ലഭിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്തിനാണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്? ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഈ പെന്തക്കോസ്തുകാർക്ക് ഈ മരണസമയത്തും എന്തുവാ ഇത്ര പ്രസംഗിക്കാനുള്ള. ദൈവത്തിന് സ്തോത്രം. അത് വേറൊന്നുമല്ല സഹോദരങ്ങൾ. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ വേർപാടിൻ്റെ വേദന എന്ന് പറയുന്നത് ഭയങ്കര ആഴത്തിലുള്ളതാണ്. അത് മനുഷ്യന്റെ വാക്കുകൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒന്നേ അല്ല. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ആശ്വാസം ഉണ്ടാകും? അത് ദൈവവചനത്തായി മാത്രമാണ്. അവിടെ ആരാധനാലയത്തിൽ ശുശ്രൂഷയ്ക്കിടയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അതിൽ അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും, ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു പോയി. അപ്പൊ വചനത്താൽ മാത്രമാണ് ആശ്വാസവും ധൈര്യവും സമാധാനവും ഒക്കെ പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഞങ്ങൾക്ക് ഈ അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയല്ലോ എന്നോർത്ത് സങ്കടമുണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് ആകുലതകളൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് വളരെ ഒരു പ്രത്യാശ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ക്രൈസ്തവന്റെ പ്രത്യാശ ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ പേര് വിളിക്കുന്ന നേരത്ത് ഈ അമ്മയുടെ പേര് വിളിക്കും. അനേക വിശുദ്ധന്മാരോടുകൂടെ ഈ അമ്മ ഉയർത്തെഴുന്നേറ്റ് വരും. അന്ന് ഞങ്ങൾ മുഖാമുഖമായി കാണും എന്നുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ദുഃഖമേ ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾ തരുന്ന പ്രത്യാശയുമായി ഇവിടെ നിൽക്കുമ്പോൾ ഒരു വചനത്തെ ഒന്ന് ഓർപ്പിച്ച് ഞാൻ വേഗം നിർത്തിക്കൊള്ളാം. ഭക്തനായ ദാനിയേല് ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ദൈവം അവനോട് പറയുന്നു, ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിക്കണം. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന, അവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല, മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ഏതൊരാൾക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് പല നിരകളിൽ, പല ഇടങ്ങളിൽ, പല സമയങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മാതാവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ, അതായത് രണ്ടാമത് ഒരിക്കൽ കൂടെ കർത്താവ് ഈ ലോകത്തിലല്ല മധ്യാകാശത്ത് വരും. ഒരിക്കൽ യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണെന്ന് ബൈബിൾ പറയുന്നു. അത് എല്ലാവരും അംഗീകരിപ്പാനും വിശ്വസിപ്പാനും യോഗ്യമായ വചനമൊന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യേശു ഒരിക്കൽ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനി വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാനാണ്. ഞാൻ പറഞ്ഞു, വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്ത് വരുമ്പോൾ ഈ അമ്മ കാണും. അങ്ങനെയെങ്കിൽ അമ്മ വിശുദ്ധയാണോ? അത് ഞങ്ങൾക്ക് 100 വട്ടം പറയാൻ കഴിയും ഈ അമ്മ വിശുദ്ധയാണ്. എങ്ങനെയാണ് ഒരുവൻ വിശുദ്ധനായി മാറുക? ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച എല്ലാവരും പാപികളാണെന്ന് ബൈബിൾ പറഞ്ഞു. എല്ലാവരും പാപം ചെയ്തു, നീതിമാൻ ആരുമില്ല, എല്ലാവരും ദൈവദേശം നഷ്ടമാക്കിയിരിക്കുന്നത് പൗലോസ് പറയുന്നു. ഭക്തനായ ദാവീദ് സങ്കീർത്തനത്തിൽ പാടുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഒഴിവായി പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു എന്ന്. നമുക്കറിയാം, കുരുടന് വഴി കാണിക്കാൻ കഴിയത്തില്ല.
അങ്ങനെയെങ്കിൽ ഒരു പാപിക്ക് പാപിയെ രക്ഷിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന് സ്തോത്രം, ഒരിക്കലുമില്ല. പലവിധമായ ഉപനിഷത്തുകള്, ഗ്രന്ഥങ്ങള്, വേദങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഹൈന്ദവ മതാനുഷ്ഠാന പ്രകാരമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവിടെ ഒരു ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്. ജ്ഞാന നിശ്ചയ വിരുദ്ധേവ ധർമ്മന്യേ വിജിതേന്ദ്രിയ വിനദേവോപി യാഗേന മോക്ഷം ലഭ്യതേ. ഞാൻ എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും, എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ ജയിച്ചാലും, ഞാൻ എത്ര നല്ലവനായി ഭൂമിയിൽ പാർത്താലും ഒരു യാഗമില്ലാതെ എനിക്ക് മോക്ഷം പ്രാപിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഒരു മോക്ഷം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഒരു പരമമായ ഒരു യാഗം, പാപികളെ രക്ഷിപ്പാൻ അങ്ങനെ ഒരു പരമമായ യാഗം കഴിപ്പാൻ ദൈവത്തിന് സ്തോത്രം. ഋഗ്വേദത്തിൽ എഴുതിയിരിക്കുന്ന പ്രജാപതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ബെത്ലഹേം എന്ന പട്ടണത്തിലെ കന്യകയായ മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ടവരാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. സൂറത്തുകളും ഖലീമുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഖുറാനിലും അത് എഴുതിയിട്ടുണ്ട്. ഖുറാനിൽ എഴുതിയിരിക്കുന്നു, ഈസാ നബിയെ പറ്റി ഇബ്ലീസിന്റെ കുത്തേൽക്കാതെ ജനിച്ചവരാണ് ഈസാ നബി. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ പിശാച്, അല്ലെങ്കിൽ സാത്താന്റെ അല്ലെങ്കിൽ പാപത്തിന് ഇടമില്ലാതെ ജനിച്ച ഒരൊറ്റ നബിയേ ഉള്ളൂ, അത് ഈസാ നബി, അതായത് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പാപികളെ രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്തതിന് മാത്രമേ കഴിയൂ. അങ്ങനെ പാപമില്ലാതെ മനുഷ്യന്റെ ഇഷ്ടത്തിലോ ജഡത്തിന്റെ ഇഷ്ടത്തിലോ രക്തത്താലോ ജനിക്കാതെ ഭൂമിയിൽ പരിശുദ്ധ ആത്മാവിനാൽ, ഹോളി സ്പിരിറ്റിനാൽ ജനിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യ അവതാരം എടുത്തവനായിരുന്നു കർത്താവായ യേശു. ആ യേശു ക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഈ അമ്മ വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച്, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു, രക്ഷയെ കരസ്ഥമാക്കി. പിന്നെ വിശുദ്ധിയുടെ പടവുകൾക്കായി ജലത്തിൽ സ്നാനമേറ്റു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മനോഹരമായ പാട്ടുകളൊക്കെ പാടി കർത്താവിനെ സ്തുതിച്ചു. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ആചരിച്ചു. കർത്താവിൻ്റെ കൽപ്പനകളെ, പ്രമാണങ്ങളെ ഒക്കെ അനുസരിച്ചു. ദൈവത്തിന് സ്തോത്രം. താൻ എന്തിനായി പ്രിയം വെച്ചിരുന്നോ, എന്തിനായി പ്രത്യാശ വെച്ചിരുന്നോ, തനിക്ക് ആരെ കാണണമെന്നാണ് ഏറ്റവും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നത്, അവിടെ ദൈവ സന്നിധിയിൽ ആ കർത്താവിനെ കാണുവാൻ, തനിക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ തൻ്റെ കർത്താവിനെ കാണുവാൻ എത്രയും ആശയോടെ കാത്തിരുന്നു, താൻ അവിടേക്ക് കടന്നുപോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി താൻ വരും. കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുന്നതാണ്. അനേക വിശുദ്ധന്മാരോടുകൂടെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ലോകം വിട്ട് കടന്നു പോകും. എൻ്റെ പേര് മനു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. ഇപ്പം ഞാനിവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ ബൈബിൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഇത് ആരുടെ ബൈബിളാണ്? അപ്പോൾ പറയും, ഇത് മനുവിൻ്റെ ബൈബിൾ. അപ്പോൾ മനു എന്ത് ചെയ്യുന്നത് ചോദിക്കും. ഇതുപോലെ തന്നെയാണിത്. ഇന്ന വീട്ടിലെ ഉഷ എന്നു പേരുള്ള അമ്മ മരിച്ചുപോയി എന്നാണ് നിങ്ങളെല്ലാവരും കേട്ടത്. പക്ഷെ നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ഡെഡ് ബോഡിയുണ്ട്. അപ്പോൾ പോയതാരാ? ആരാ പോയത്? ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ വിലപ്പെട്ട ഒരു ആത്മാവ് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വച്ചതാണ്. ആ ദൈവം വെച്ച ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി. പിന്നെയുള്ളത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ശരീരം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മണ്ണിന് ദാനം ചെയ്യുമ്പോൾ. ഈ മണ്ണായ ശരീരത്തിന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അഹം ബ്രഹ്മത്തിൽ ലയിക്കാൻ കഴിയത്തില്ല. മണ്ണോട് മാത്രം ചേർത്ത്. അതുകൊണ്ടാണ് ഇതിന് മണ്ണിനെ ദാനം ചെയ്യുന്നത്. അപ്പോൾ പോയത് ഇതിൻ്റെ ഉള്ളിൽ ആക്കി വെക്കപ്പെട്ടതായ ഒരു ആത്മാവായി. ബൈബിൾ പറയുന്നു, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അങ്ങനെ കേട്ടത്, മരിച്ചു പോയി എന്ന് കേട്ടു. പക്ഷെ വന്നപ്പോൾ ഒരു ശരീരം, ഈ ശരീരത്തിൽ ദൈവം വെച്ചിരുന്ന ആത്മാവ് പോയി. വളരെ പ്രത്യാശയോടെ കടന്നുപോയി. വീണ്ടും തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാമെന്ന്, അനേക വിശുദ്ധന്മാരോടുകൂടെ ക്രിസ്തുവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ കടന്നുപോയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലൊരു കടന്നുപോക്ക്, ഒരു മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കും. മരണം എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡിൻ്റെ മുൻപിലുള്ള ക്യൂവിലാണ് നമ്മളെല്ലാവരും. സീനിയോറിറ്റി അനുസരിച്ച്, വിളിക്കുന്നതിനനുസരിച്ച്, ആയുസ് തികയുന്നതിനനുസരിച്ച് ഭൂമിയിൽ നിന്ന് പോയേ പറ്റും. ഇനിയിപ്പോൾ അടുത്തത് ആരാന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതേണ്ട പിന്നെയും കല്ലറകൾ ബാക്കി കിടക്കുകയാണ്. ഇനി അടുത്തത് ഇതിലേക്ക് ആരാ പോകുന്നതെന്ന് അറിയില്ല. നമ്മളെല്ലാവരും പോയേ പറ്റും.
ഒരു മനുഷ്യനും എത്ര വലിയവനാണേലും പോകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ലോകത്തിലെ ഒരു വലിയ മഹാനായ മനുഷ്യൻ, സർ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, സർ ഗാരി സോട്ടേഴ്സ്, വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസം ഉണ്ടാക്കുന്നത്, അയാൾ പോയി, മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. എത്രയോ മഹാരഥന്മാർ ഈ ഭൂമിയിൽ വന്നു, എത്രയോ മഹാരഥന്മാർ, അവരെല്ലാവരും ഈ ഭൂമി വിട്ടുപോയി. നമ്മളൊക്കെ പോകുന്നേ, നിശ്ചയമായിട്ടും പോകും. പക്ഷെ പോകുന്നതിന് മുമ്പ് ചിന്തിച്ചോളണം, എവിടേക്കാണ് പോകുന്നേ, എവിടെ പോകണം. ഞാൻ പോയാൽ വീണ്ടും സ്വർഗത്തിൽ കാണും. ചിലർ ചിന്തിക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നല്ല വീട്, നല്ല കാർ, നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, ഇതൊക്കെ കിട്ടിയാൽ ഇതാണ് സ്വർഗമാണ്. അല്ല സഹോദരങ്ങൾ, ഇതൊന്നും അല്ല സ്വർഗം. സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അത് പാപികളായ ദുഷ്ടത മാത്രം കാണുന്ന, പാപം പെരുകുന്ന ലോകമല്ല സ്വർഗം, മറിച്ച് ദൈവം വസിക്കുന്ന ഇടമാണ്. അവിടേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ദേവദാസൻ വായിച്ചു, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കണമെന്ന്. അപ്പോൾ സ്വർഗീയന്റെ പ്രതിമ ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. ആ വിശുദ്ധി പ്രാപിക്കണം, ആ ഭാഗത്തു നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കും. ഈ അമ്മ അത് പ്രാപിച്ചു, ഞങ്ങളൊക്കെ കൃപയാൽ പ്രാപിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഈ ശ്രേഷ്ഠമേറിയ ജീവിത മൂല്യങ്ങളെ പിൻപറ്റുവാൻ ദൈവം കൃപ നൽകും. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. വീണ്ടും പറയുന്നു, ഇവിടെ നിന്ന് ഒരു കടന്നുപോക്കാണ്. എപ്പോഴാണെന്ന് മാത്രം അറിയത്തില്ല. മരണം നിശ്ചയമാണ്, സമയം മാത്രം നിശ്ചയമില്ല. വിളിക്കുമ്പോൾ പോയേ പറ്റും. അയ്യോ എനിക്ക് 2 കുട്ടികളുണ്ട്, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാ, അല്ലെങ്കിൽ എൻ്റെ അമ്മ പ്രായമായിട്ടിരിക്കുക, നോക്കണം, ഇതൊന്നും എക്സ്ക്യൂസസേ അല്ല, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പോയേ പറ്റൂ, വിളിച്ചാൽ പോകണം. പോകുന്നതിന് മുമ്പ് നരകത്തിലോട്ടാണോ സ്വർഗത്തിലോട്ടാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. ദൈവം മനുഷ്യനെ, ചിലർ ചിന്തിക്കുന്നുണ്ട്, ചിലർ പറയാറുണ്ട്, അത് മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിയാമല്ലോ, പിന്നെ എന്താ ദൈവം അവനോട് പാപം ചെയ്യരുത് എന്ന് വിലക്കാത്തത്? അതിന് കാരണമാണ് ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരു പട്ടി കടിച്ചാൽ, പാമ്പ് കടിക്കും, പട്ടി കടിക്കും, പക്ഷെ ഏതെങ്കിലും പാമ്പോ പട്ടിയോ മനുഷ്യനെ കടിച്ചിട്ട് സോറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം അത് മൃഗമാണ്, അത് പറയില്ല. പക്ഷെ നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിശേഷണ ബുദ്ധി, അല്ലെങ്കിൽ ഫ്രീ വിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇൻ്റർഫിയർ ചെയ്യാത്തത്. എടാ കുഞ്ഞെ, നീ പാപം ചെയ്യല്ലേ എന്ന് പറയാത്തതിൻ്റെ കാര്യം എന്താ? വിശേഷണ ബുദ്ധി മനുഷ്യർക്ക് തന്നതുകൊണ്ടാണ്. തെറ്റേതാ ശരിയാണെന്ന് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിന് പിന്നെ ദൈവം എന്ത് പഴിച്ചെന്നാ? ഈ റോഡിൽ എത്രയോ ആക്സിഡന്റ് നടക്കുന്നു. ആരെങ്കിലും ഗതാഗത മന്ത്രിയെ കുറ്റം പറയുമോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, നമ്മൾ അനുവർത്തിക്കേണ്ടത് അനുവർത്തിക്കുക, നമ്മൾ നന്നായി ജീവിക്കുക. നല്ലത് മാത്രം സംഭവിക്കട്ടെന്നേ. എല്ലാവർക്കും ആഗ്രഹം അതല്ലേ, എല്ലാവരും നല്ലവരായിരിക്കണം. നമ്മളും അത് ആഗ്രഹിക്കുന്നു, എല്ലാവരും നന്നായിരിക്കണം, യാതൊരു പ്രയാസം ഉണ്ടാകരുത്, ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാപം ചെയ്യരുത്, തെറ്റ് ചെയ്യരുതെന്ന് അറിയാമെങ്കിൽ അത് ചെയ്യാതിരിക്കും. അത് ചെയ്തതിന് ശേഷം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആര് സഹായിക്കും? ആർക്കും സഹായിക്കാൻ കഴിയും, ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. ബൈബിളൊരു വാക്യമുണ്ട്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്ന ഒരു രാത്രി. ശരിയല്ലേ? രാത്രിയിൽ ആരെങ്കിലുമൊക്കെ വല്ലതും ചെയ്യുമോ? എല്ലാവരും വിശ്രമിക്കുന്ന സമയമല്ലേ? അപ്പോൾ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു ഭയങ്കര രാത്രി വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ എത്ര നിലവിളിച്ചാലും, എത്ര പ്രതിക്രിയകൾ, ശേഷക്രിയകൾ ചെയ്താലും ഒന്നിനും ഫലവത്താകാത്ത വിധത്തിൽ ഒരു വലിയ രാത്രി വരാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയും, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് വീണ്ടും വരും. എത്രയും ആസന്ന ഭാവിയിൽ അത് സംഭവിക്കും. ഒരിക്കൽ പാപികളെ രക്ഷിക്കാൻ വന്നവൻ ഇനി വരുന്നത് വിശുദ്ധന്മാരെ, തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ്. അന്ന് ഈ മാതാവ് അനേക വിശുദ്ധന്മാരുടെ കാണുമെന്ന് ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. അത് നിങ്ങളും ഇവിടെ ഇപ്പോൾ ഈ അമ്മയുള്ള സ്നേഹത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയില്ലേ? ഇതുപോലെ നമ്മളെല്ലാവരും സ്വർഗത്തിലും ഒന്നിച്ചിരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് പറയുകയാണ്, പാപം ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമാണ്. ദൈവം ഇൻ്റർഫിയർ ചെയ്യത്തില്ല, ദൈവം നിങ്ങളെ തടസ്സപ്പെടുത്തില്ല, ദൈവം നിങ്ങളെ വിലക്കത്തില്ല. ദൈവം വന്നയോ കുഞ്ഞെ ചെയ്യില്ലേ എന്ന് പറയില്ല. അത് അവനവൻ്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ന്യായവിധിയുണ്ട്, എ ജഡ്ജ്മെന്റ് ഡേ. അത് വരും. അന്ന് വരുന്ന നാളിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പണ്ട് നിങ്ങളൊക്കെ ഒരു ഫിലിം കണ്ടിട്ടുണ്ടാകും. ദൈവത്തിന് ഇവിടെ നിൽക്കുന്ന എല്ലാവരും സിനിമ കാണുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അതിലൊരു സിനിമയിൽ അത് ഗരുഡ പുരാണം എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഒരു പുസ്തകമാണ്.
ഗരുഡ പുരാണം. ആ ഗരുഡ പുരാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ശിക്ഷ വിധിക്കുന്ന പോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. അതിൻ്റെ പേര് അന്യൻ എന്നാണ്. അത് ഗരുഡ പുരാണം. അതായത് നരകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കും, ഈ ഭൂമിയിൽ അവനവൻ ചെയ്യുന്നത് ഏത് വിധത്തിലുള്ള പാപമാണോ ആ പാപത്തിനനുസരിച്ച് നരകത്തിലും ശിക്ഷയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഫിലിമാണ്. ഞങ്ങളാരും ഫിലിം കണ്ടതല്ല, ഞാൻ അതിൻ്റെ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. ശരവണൻ എന്ന പേരുള്ളൊരു സഹോദരനോട് ഞാൻ ചോദിച്ചു. പറഞ്ഞു അത് പാസ്റ്ററെ, അതിൻ്റെ പേര് ഗരുഡ പുരാണം എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ആ ഫിലിമിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതുപോലെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ നരകം സത്യമാണ്. നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകും, അതെൻ്റെ ഉറപ്പാണ്. അതിൻ്റെ ഇപ്പോൾ ഇവിടെ വീണ് മരിച്ചാൽ എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളും സ്വർഗത്തിൽ പോകണം, ദൈവത്തിൻ്റെ അടുക്കൽ പോകണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവ് ദൈവം തന്നതാണ്, വേറെ ആരും തന്നതല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കൽ തന്നെ നിങ്ങൾ പോകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം, ഓൺ ഇമേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ആ സാദൃശ്യം നിങ്ങൾ പ്രാപിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഈ അമ്മ അതിനു വേണ്ടി കടന്നു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ദുഃഖമില്ല, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെന്ന് ബൈബിൾ പറയുന്ന പോലെ ഞങ്ങൾ കരയുന്നില്ല, അയ്യോ അയ്യോ എന്ന് വയ്ക്കുന്നില്ല. ഞങ്ങൾക്കിനി ആരാണോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമാണ്. അത് സ്വർഗത്തിലോ നരകത്തിലോ ആ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഒരുപാട് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സ്വർഗത്തിൽ പോകാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെങ്കിൽ നരകത്തിൽ പോകാനും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് ഏറ്റവും അവസാനമാണ്. ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒക്കെ മാറ്റിയിട്ട് ദൈവം തൻ്റെ സിംഹാസനം വയ്ക്കും. എന്നിട്ട് വലത്തും ഇടത്തുമായിട്ട് മനുഷ്യരെ, ആബാലവൃത്തം, ചെറുതും വലുതുമായ എല്ലാ മനുഷ്യരെയും കൂട്ടും. നമ്മളൊക്കെ അവിടെ പോയി നിന്നാൽ കുഴപ്പമായിട്ടോ. അവിടെ നിൽക്കുമ്പോൾ വലത്തുള്ളവരോടും വലത്തുള്ളവരോട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ, ഇടത്തുള്ളവരോട് പറയും നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കോ. അതിനുശേഷം ഇറ്റേണിറ്റി, അതായത് നിത്യത, എവർ ലാസ്റ്റിംഗ് പീരീഡാണ്. അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം അങ്ങനെ ഒരു പീരീഡുണ്ട്, ഒരു യുഗമുണ്ടാകും, ഒരു കാലമുണ്ടാകും. ദൈവത്തിന് സ്വാതന്ത്ര്യം. പ്രിയമുള്ളവരെ, അല്പകാലത്തെ ഈ ഭൂമിയിലെ വാസം ഇത് തന്നെയാണ് സ്വർഗമെന്ന് ചിന്തിച്ച് നമുക്ക് കാണുന്ന, നമ്മുടെ കണ്ണിന് ഇഷ്ടം തോന്നുന്ന എല്ലാറ്റിനെയും ആസ്വദിച്ച് അനുഭവിച്ച് ആഗ്രഹിച്ച് ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞ് നാശത്തിലായി പോകരുത്. നിത്യതയിൽ സ്വർഗത്തിലേക്ക് പോകാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രത്യാശ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്തോത്രം. കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൻ നാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഇപ്പോൾ മുഖം കാണുവാൻ കാണാത്തവർ ഒന്ന് കാണുക, മുഖം മറയ്ക്കുക, പെട്ടിയടയ്ക്കുക. പിന്നെ നമുക്ക് സംസാരിച്ചു. ഹായന്താനന്ദം ഹായന്തമാദമേ ഹായന്താനന്ദം ഹായന്തമാദമേ ശുദ്ധരോട് ചേർന്നാലും പ്രിയനെ മാറ്റിടുമേ. ലോകയാത്രയിൽ എപ്പോഴും സന്തോഷമേ, ഭൂവിൽ ജയം പ്രാപിച്ചോർക്ക് നിത്യമഹിമയേ, ഭൂവിൽ ജയം പ്രാപിച്ചോർക്ക് നിത്യമഹിമയേ. ഹായന്താനന്ദം ഹായന്തമോദമേ ഹായന്താനന്ദം ഹായന്തമോദമേ. തേജസ്
കാഹളം ധരിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ. കാഹളം ധരിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. കാഹളം ധരിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ. കാഹളം ധരിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രിയ മാതാവ് ഉഷ എന്ന നാമത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് രക്ഷപ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഉള്ള ഒരു സ്നാനം എടുക്കുവാനിടയായി തീരണം. അപ്പോസ്തലികമായ കൂട്ടായ്മയിൽ ആത്മാവിലെ സത്യത്തിലെ ദൈവത്തിനെ ആരാധിച്ചു സാക്ഷിയുടെ ജീവിതം നയിക്കാൻ ഇടയായി തീർന്നു. ആയതുകൊണ്ട് ഉപദേശപ്രകാരം ഉയർപ്പിന്റെ 1-ാം നിരയിൽ തന്നെ 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. ആ നിരയിൽ ഈ മാതാവിനെ നമ്മൾ ഇപ്പോൾ ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെ ഈ ഉഷ എന്ന വിത്തിനെ വിതയ്ക്കുന്നു. ആയതുകൊണ്ട് പ്രത്യാശയുള്ളവർ സ്തോത്രം ചെയ്താൽ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. റോമൻ should speak the Lord. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമം എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോടായ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നേടുന്ന ദൈവത്തിന്റെ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. റോമൻ ഹല്ലേലൂയ. സ്തോത്രം. മരണം തോറ്റ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ മാതാവ് തന്റെ ക്രിസ്തീയ ജീവിത മുഖാന്തരം മരണത്തെ, 2-ാം മരണത്തെ, നിത്യ നരകത്തെ ജയിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇത് നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് ഏവർക്കും അതിനെ ജയിച്ച് ജയത്തിലേക്ക്, നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പോകണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പല സഭയ്ക്ക് നല്ല മാതൃകയുള്ള ഒരു മാതാവ് കടന്നുപോയി. ഇനി അനേകർ ഇതുപോലെ മാതൃകയുള്ളവരെ രക്ഷിച്ച് കർത്താവ് കൊണ്ടുവരുന്നതിനായി സ്തോത്രം 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 സ്തോത്രം. ദൈവാത്മതയിൽ സമർപ്പിച്ചു കൊടുത്ത സ്തോത്രം സ്തോത്രം മാത്രമുള്ള സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തോത്രം. മാതാവിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിച്ചു. കർത്താവ് അവിടുത്തെ സന്നിധിയെ ചേർത്തുകൊണ്ടതിനായ സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ച് നടത്തിയതിനായ സ്തോത്രം. ഹാളിൽ നടന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ നടന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിച്ചതിനായ സ്തോത്രം ചെയ്യുന്നു. മാതാവിന്റെ ജീവിതത്തിൽ കൂടെ കർത്താവ് ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. മാതാവ് ലോകത്തെ വിട്ട് കടന്നുപോയെങ്കിലും കർത്താവെ സ്തോത്രം. നടന്ന ശുശ്രൂഷയിൽ കൂടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് നൽകിക്കൊടുത്ത ദൈവത്തിന്റെ വചനങ്ങൾക്കും ആലോചനകൾക്കുമായി സ്തോത്രം. അവർ കേട്ടതായ ദൈവത്തിന്റെ വചനങ്ങളും ആലോചനകളെല്ലാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയോജനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. മാതാവ് പോയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ചെന്നെത്തുവാൻ തക്കണം. അതിന് പ്രകാരം ജീവിച്ച് കർത്താവെ സ്തോത്ര കൽപ്പനകളൊക്കെ അനുസരിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവെ അവിടുത്തെ രാജ്യത്തിൽ വന്നെത്തുവാൻ കർത്താവെ പുനരുദ്ധാനത്തിൽ രൂപാന്തര ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കർത്താവെ ആ കൂട്ടത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരും കാണപ്പെടുവാൻ തക്കണം. കർത്താവിനെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ നടത്തുവാൻ തക്കണം. കർത്താവിന്റെ ദാസന്മാരെയൊക്കെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്നവർക്കെല്ലാം എടുത്തിരിക്കുന്ന ആശ്വാസത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. കുടുംബം കർത്താവിന്റെ സാന്നിധ്യം നൽകി എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മ കൂട്ടായ്മയും കാവലും സഹവാസവും ഏവരോടും എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മകന്റെ പ്രത്യക്ഷത പ്രകടിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും കർത്തന്റെ സന്നിധിയിൽ എന്നും ആദിക്കും കർത്തന്റെ സന്നിധിയിൽ എന്നും ആദിക്കും ഹാനന്ദാനന്ദം ഹാനന്ദമോദമേ ഹാനന്ദാനന്ദം ഹാനന്ദമോദമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ പൊന്തള വീഥിയിൽ പുതിയ ശാലനിൽ പൊന്തള വീഥിയിൽ പുതിയ ശാലനിൽ എൻ പ്രിയനോട് ചേർന്ന് ഞാനും പാടിയുലാവിടുമേ എൻ പ്രിയനോട് ചേർന്ന് ഞാനും പാടിയുലാവിടുമേ ഹാനന്ദാനന്ദം ഹാനന്ദമോദമേ ഹാനന്ദാനന്ദം ഹാനന്ദമോദമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ Hallelujah, hallelujah, hallelujah.